സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ മീറ്റിംഗിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. ദൈവകാര്യങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഒപ്പം ആം, ബൈബിൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുക്കൽ ഒരു വേദപുസ്തകം ഇരിക്കട്ടെ. പ്രാർത്ഥനയോടെ ഈ പകല് നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയിച്ച് ദൈവത്തോട് അടുത്തിയെല്ലാം. ദൈവം നമുക്ക് സമീപസ്ഥനാണല്ലോ. ദൈവത്തിന്റെ എല്ലാ നന്മകളും ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് പകല് നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേദഭാഗത്തു നിന്ന് ഒരു വാക്യം വായിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 84 അധ്യായം 11, 12 വാക്യങ്ങൾ. സാം നമ്പർ 84 വേഴ്സസ് 11 and 12. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ അടുത്തു വരാം. ഇന്ന് പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുന്ന മിസ്സസ് അന്നമ്മ ജോൺ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വരും. അന്നമ്മ ആൻറ്റി. അന്നമ്മ ആൻറ്റി സർവശക്തനെന്ന തിരുമായ സർവസ്വതമേ, കർത്താവെ, ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാത സമയത്ത് കർത്താവെ, ഞങ്ങൾക്ക് ഹൈദരാബാദിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ, ഓൺലൈനിൽ കൂടെ കർത്താവെ ഉപവാസ പ്രാർത്ഥന ചെയ്യുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ സഭയായി അടുത്ത് വരുന്നു. കർത്താവെ, ഓരോ മക്കളെയും തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. അവിടെ നിന്നിന്റെ തൃക്കരങ്ങളിൽ ഓരോ മക്കളെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധിക്കാതെ പോയവരെയും കർത്താവെ എത്രയും പെട്ടെന്ന് കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അച്ഛനെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. അച്ഛമ്മയും മകളെയും തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, അച്ഛനെ ഞങ്ങൾക്ക് കൂടുതലായി ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി എടുത്തുപയോഗിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. ആരോഗ്യവും ബലവും ശക്തിയും നൽകി കർത്താവെ കൂടുതൽ ബലത്തോടു കൂടി നടത്തിക്കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛമേന്ദ്രകരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, ദാസിക്കും കർത്താവെ ആവശ്യമായ എല്ലാ കൃപകളോടൊന്ന് ദാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദങ്ങളെ രണ്ടുപേരെയും കർത്താവെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. പഠിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടുതലായ കൃപകളാൽ ആ ഭവനത്തെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ തൃക്കരങ്ങളിൽ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഈ സമയം ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ തിരുസന്നിധിയിൽ കർത്താവെ തിരുനാമ മഹത്വത്തിനായി തിരുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും അറിഞ്ഞും അറിയാതെയും പല രോഗികളുണ്ട് കർത്താവെ. പലവിധമായ രോഗങ്ങളാൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾക്ക് അവിടുന്ന് ആശ്വാസം പരിപൂർണ്ണ സൗഖ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ആവശ്യങ്ങൾ ഇരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. മറ്റുള്ളവരോട് പറയാൻ തക്കാതെ ആവശ്യങ്ങളിൽ ഇരിക്കുന്നു കർത്താവെ. നിന്നോട് മാത്രം പറയുന്നതായ കാര്യങ്ങളുണ്ട് കർത്താവെ. അവയെല്ലാം സാധ്യമാക്കി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രത്യേകം തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, നിന്റെ വലിയ കൃപകളാൽ ഞങ്ങളെ മറ്റു കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരിടാവുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപാലിച്ച് സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ നിനക്ക് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചോദിച്ചതിലും പരമായ നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് നല്ല വചനങ്ങളെ കേട്ട് കർത്താവെ നിന്റെ നാമം മഹത്വീകരിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടുതലായ കൃപ തന്നത് അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ വേദങ്ങളെല്ലാം തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, നിന്റെ മക്കളെ ഓരോരുത്തരെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചതിലും പരനന്മളാൽ നിറയ്ക്കണമേ, അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശു നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കരുണയോട് കേട്ടുത്തരണമേ. ആമീൻ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം പാട്ടുകളിലൂടെ.
നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നന്മയും പ്രാപിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ എല്ലാവരും സംബന്ധിക്കണം. നിങ്ങൾക്കറിയാവുന്ന പാട്ട് ആണ് എങ്കിൽ ചേർന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് പാടാം. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് മിസ്സസ് ബ്ലെസ്സി മെർലിൻ ഫിലിപ്പ്. കേക്കാവോ? യെസ്. ആദ്യത്തെ പാട്ട് എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചു. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മുൻപിൽ ചെങ്കടലാർ തിരച്ചാലെതിരായി, പിൻപിൽ പൻവൈരി പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എരിയും തീച്ചുള എതിരായി എറിഞ്ഞാൽ, ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ, എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. കെരിതു തോട്ടിലെ വെള്ളം വറ്റിയാലും, കാക്കയിൻ വരവ് നിന്നിടിലും. സരഫതൊരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സരഫതൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും,
என் பிரியன் போற்றிடும், என் நாதன் நடத்திடும் அந்தியம் வரை. என் காந்தன் காத்திடும், என் பிரியன் போற்றிடும், என் நாதன் நடத்திடும் அந்தியம் வரை. കേക്കുന്നില്ല. Yeah, you are muted. Unmute. അടുത്ത പാട്ട് നാഥൻ വരും നാൾ. നാഥൻ വരും നാളിൽ, നാഥനോടന്നാളിൽ, നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാഥൻ വരും നാളിൽ, നാഥനോടന്നാളിൽ, നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. രോഗവും ശോകവുമില്ലവിടെ, ആശ നിരാശയും ലേശമില്ല. നിത്യാനന്ദം തിരുപാദമെന്താനന്ദം, സത്യസനാതന നിത്യസുഖം. നിത്യാനന്ദം തിരുപാദമെന്താനന്ദം, സത്യസനാതന നിത്യസുഖം. നാഥൻ വരും നാളിൽ, നാഥനോടന്നാളിൽ, നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. ഭൂവിലെ വാസമതെന്നു തീരും, അന്നു പറന്നു നാം ചെന്നു ചേരും. സുന്ദരമന്ദിരം ശുദ്ധരാം പ്രിയരും ദൂതരോടൊത്തു വസിച്ചിടുമേ. സുന്ദരമന്ദിരം ശുദ്ധരാം പ്രിയരും ദൂതരോടൊത്തു വസിച്ചിടുമേ. നാഥൻ വരും നാളിൽ, നാഥനോടന്നാളിൽ, നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാഥൻ വരും നാളിൽ, നാഥനോടന്നാളിൽ, നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ.
പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ യോഗത്തിൽ പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുന്നവർ പ്രാർത്ഥനയ്ക്കായിട്ട് ദയവായിട്ട് ഒരുങ്ങാം. ആദ്യം പ്രാർത്ഥനയ്ക്ക് സുഷ തോമസ് മാണി ആൻറ്റി നേതൃത്വം നൽകും. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. ഇടവകയിലുള്ള രോഗികളും ക്ഷീണിതരുമായ ആളുകളെ നമുക്ക് പ്രാർത്ഥനയിൽ ഈ സന്ദർഭത്തിൽ ഓർക്കാം. വിവിധ തരത്തിലുള്ള ടെർമിനൽ ഇൽനെസ്സുമായിട്ട് ജീവിക്കുന്ന ആളുകൾ, ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നവർ, ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ വിസിറ്റ്സിന് പോകുന്നവർ, ഇപ്പോഴും വീടുകളിൽ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരെ പ്രത്യേകമായി നമുക്ക് പ്രയറിൽ ഓർക്കാം. സർജറി കഴിഞ്ഞവർ, പോസ്റ്റ് സർജറി റിക്കവറിയിലൂടെ പോകുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം നമുക്ക് പ്രയറിൽ ഓർക്കാം. നമ്മൾ ആരുടെയും പേരുകൾ പറയുന്നില്ല എങ്കിൽ കൂടി അത് പേഴ്സണലി നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഒരു പ്രോട്ടോക്കോൾ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആരുടെയും പേര് പറയാത്തതെങ്കിലും നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് പ്രയറിൽ ഓർക്കുകയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം. ഇടവകയിലെ പ്രായം ചെന്ന എല്ലാ അംഗങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ആരാധനയ്ക്ക് ഞായറാഴ്ചയിൽ വരാൻ സാധിക്കാത്തവരുണ്ട്. മറ്റ് ശാരീരികമായ ക്ഷീണങ്ങൾ കൊണ്ട് വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അതേപോലെ പരസഹായം കൊണ്ട് മറ്റുള്ളവരുടെ സഹായത്താൽ ദൈവാലയത്തിൽ വന്ന ആരാധനയിൽ പങ്കെടുക്കുന്നവരും പുറത്ത് യാത്ര ചെയ്യുന്നവരുമൊക്കെയായ നമ്മുടെ ഇടവക അംഗങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ വീടുകളിലെ മാതാപിതാക്കളെ പ്രായത്തിൻ്റെ ക്ഷീണം കൊണ്ടും മറ്റ് പ്രയാസങ്ങൾ കൊണ്ടുമൊക്കെ ബുദ്ധിമുട്ടുന്ന എല്ലാ പേരൻസിനെയും നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാം. ഇടവക അംഗങ്ങളെ കൂടാതെ നമ്മുടെ പേരൻസിനെയും പ്രയറിൽ സമയത്ത് ഓർക്കാം. പലവിധമായ രോഗങ്ങൾക്കും ക്ഷീണങ്ങൾക്കുമായി ട്രീറ്റ്മെൻറ്റിന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് പ്രയറിൽ സമയത്ത് ഓർക്കാം. നമ്മുടെ ഇടവകയിലെ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ കുട്ടികളെയും ദൈവകൃപയാൽ അനുഗ്രഹിക്കണമേ. അവരുടെ പഠനം, ഭാവി വളർച്ച ഒക്കെ അനുഗ്രഹമാകണമേ. അവർക്ക് നല്ല ഫ്രണ്ട്സിനെ സ്കൂളുകളിൽ കോളേജുകളിൽ കൊടുക്കണമേ. അവർ ഒരിക്കലും തെറ്റായ വഴിയിൽ പോകാതെയും തെറ്റായ സ്വാധീനങ്ങളിൽ അകപ്പെടാതെയും നല്ല സ്വഭാവവും നല്ല അറിവും വിവേകവും ബുദ്ധിയും ജ്ഞാനമുള്ളവരായിട്ട് വളരാനിടയാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് പീപ്പിളിനെ പ്രത്യേകം ഓർക്കാം. വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത തലമുറയാണല്ലോ നമ്മുടെ യൂത്ത് മെമ്പേഴ്സ്. അങ്ങനെ എല്ലാ യൂത്ത് മെമ്പേഴ്സിനെയും നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കാം. അതേപോലെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലും മറ്റുമൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. പ്രത്യേകമായിട്ട് അക്രമ സംഭവങ്ങളൊന്നുമില്ലാതെ കർത്താവെ ഇന്ത്യ സമാധാനത്തോടെ പോകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അധികാരങ്ങളിലുള്ള ആളുകൾ വിവേകത്തോടെ ഇടപെടുന്നതിന്, വിവേകത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ആളുകളുണ്ടല്ലോ. അവർ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരും ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരുമാകാൻ ഇടയാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ജസ്റ്റിസ് പ്രിവെയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ജസ്റ്റിസ് ഡിനൈഡ് എന്നുള്ള കാര്യത്തിലാണ് ഈ പ്രൊട്ടസ്റ്റൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തിലുടനീളം നീതി ന്യായവും ഭരണാധികാരികൾ നടപ്പിലാക്കാൻ ഇടയാകണമേ. അങ്ങനെയെങ്കിൽ രാജ്യം അഭിവൃദ്ധിയിലൂടെ പോകുമല്ലോ. അതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മുടെ ഇടവകയിലും നമ്മുടെ അറിവിലുമൊക്കെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ, കുട്ടികളെ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കപ്പിൾസ്, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നതായിട്ടുള്ള ചെറുപ്പക്കാർ, ഇങ്ങനെയുള്ളവരെ ഓർക്കാം. നമ്മുടെ ഇടവകയിൽ വേർപാട് ദുഃഖത്തിൽ ഭാരപ്പെടുന്ന കുടുംബത്തെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം സമാധാനവും ആശ്വാസവും ജെബിയങ്ങളുടെ ഭവനത്തിനും കുടുംബാംഗങ്ങൾക്കും നൽകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. വർക്കിംഗ് പീപ്പിളിനെ എല്ലാം പ്രയറിൽ ഓർക്കാം. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ, നമ്മുടെ ഇടവക അംഗങ്ങൾ, റിട്ടയർഡ് പീപ്പിൾ,
ഞങ്ങളുടെ ആക്റ്റീവ് സേവനത്തിൽ നിന്ന് വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്ന ആളുകൾ, നമ്മുടെ മക്കളെ പ്രത്യേകം ഓർക്കാം. വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന യു എസ്, അതേപോലെ കാനഡ, മറ്റ് വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, അതേപോലെ ഹൈദരാബാദിന് പുറത്ത് ജോലി ചെയ്യുന്നതായിട്ടുള്ള മറ്റ് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ജീവിക്കുന്നതായിട്ടുള്ള നമ്മുടെ മക്കളെയൊക്കെ പ്രാർത്ഥനയിൽ ഒരു നിമിഷം ഓർക്കാം. അവരുടെ ജീവിതത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരെവിടെയൊക്കെ ജീവിച്ചാലും ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനും ആരാധനയിലൊക്കെ സംബന്ധിക്കുന്നതിനും അനുഗ്രഹകരമായ ജീവിതം, കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, അനുഗ്രഹകരമായ ഭൗതിക അനുഗ്രഹങ്ങൾ, അനുഗ്രഹകരമായ ആത്മീക ജീവിതം എല്ലാവർക്കും ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഈ പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്ത് ഈ പ്രാർത്ഥനാ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ഒരാളാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ കൂടി നമ്മളെല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഈ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. പനി കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശാരീരിക ക്ഷീണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. നല്ല മഴ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹകരമായ മഴ തുടരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നാലും അപ്രതീക്ഷിതമായ പ്രയാസങ്ങളിൽ നിന്ന്, വെള്ളപ്പൊക്കത്തിൽ നിന്ന്, അപ്രതീക്ഷിതമായ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സിറ്റിയെ, ഞങ്ങളുടെ സിറ്റി ലൈഫിനെ കാക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് സംബന്ധിക്കുമ്പോൾ ദൈവം നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. ആ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെല്ലാവരും അനുഭവിക്കാനായിട്ട് ഇടയാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കട്ടെ, നമ്മുടെ യാതനകൾക്ക് മറുപടി നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ കൃപ നമ്മളെല്ലാവരും പ്രാപിപ്പാനായിട്ട് ഇടയാകണം. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ കർത്താവ് കേൾക്കണം. അതിനായിട്ട് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവനൻ പേർക്കായി തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാറ്റിലും. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ ദൈവവും, നീ മാത്രമാണെൻ സങ്കേതവും. നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു, നിൻ നാമം വാഴ്ത്തി പാടിയിടുന്നു. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവനൻ പേർക്കായി തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാറ്റിലും. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇപ്പോൾ സുഷ്യാന്റി പ്രാർത്ഥിക്കും. അച്ഛാ കേൾക്കാമല്ലോ? കേൾക്കാം. സർവശക്തനും പരിശുദ്ധനും കർത്താവേ സ്നേഹവാനുമായി ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ച, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് പിതാവേ ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ദൈവമേ, സംഭവ ബഹുലമായി ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പിതാവേ അങ്ങയുടെ കൃപ, അങ്ങയുടെ കരുണ കർത്താവെ ഓരോ ദിവസവും കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന് അങ്ങയുടെ ബലമുള്ള കരത്തിൽ, ഉള്ളംകരങ്ങളിൽ കർത്താവെ അവിടുത്തെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, കഴിഞ്ഞ ആഴ്ച മുതൽ കർത്താവെ, വെള്ളിയാഴ്ച മുതൽ ഈ ദിവസം വരെ ഞങ്ങളെ കാത്തു. ഒരിക്കൽ കൂടെ നന്ദിയുള്ള ഹൃദയത്തോട് അപ്പ, സഭയായി ദൈവമേ, കുടുംബങ്ങളായി, വ്യക്തികളായി ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക്
കർത്താവെ അവിടുത്തെ കൃപയ്ക്കായി കരുണയ്ക്കായി ദൈവമേ ഞങ്ങൾ യാചിച്ചുകൊണ്ട് കടന്നു വരുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ യാചനകളും കേൾക്കണം ദൈവമേ. ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധനും വിശുദ്ധനുമായ ദൈവമേ കർത്താവെ യെശയ്യാവ് കണ്ട പോലെ കർത്താവെ അവിടുന്ന് സറാഫുകളുടെ സ്തുതികളിൽ വസിക്കുന്നവനാണപ്പ ദൈവമേ. എളിയവരായ ഞങ്ങൾ അപ്പൊ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവെ ഞങ്ങൾ നിന്റെ മക്കളാകയാൽ അതൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ നിലവിളിയും ഞങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കുവാൻ അവിടുന്ന് ചെവിച്ചായിച്ച് കർത്താവെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന ഓർത്ത് സ്തോത്രം. അപ്പാ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ. അങ്ങയുടെ പ്രിയപുത്രന്റെ നാമത്തില് കർത്താവെ ആ പുത്രന്റെ രക്തത്താല് ഞങ്ങളപ്പാ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അപ്പാ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നപ്പോ അല്ലാതെ ശുദ്ധിയില്ലാത്തവരായി അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവെ ദൈവമേ ഞങ്ങൾക്ക് കടന്നു വരുവാൻ സാധിക്കത്തില്ലല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. പല ഭവനങ്ങളിൽ നിന്നാണപ്പാ ഞങ്ങൾ നിന്നെ വിളിക്കുന്നത് കർത്താവെ. ഞങ്ങൾ എല്ലാവരും ഒരു ഹൃദയത്തോട് കർത്താവെ ഐക്യത്തോടെ കർത്താവെ നിന്റെ വചനത്തിൽ പറയുന്നു, ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതിലും കർത്താവെ രണ്ടുപേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ ദൈവമേ നീ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേട്ട് കർത്താവെ എത്രയും വേഗം ഉത്തരമരുളുന്ന ദൈവമാണ് കർത്താവെ. ഞങ്ങൾ സഭയിലെ കുടുംബങ്ങൾ ഓരോരുത്തരും കർത്താവെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും കടന്നു വരാൻ പല കാരണത്താലും സാധിക്കാത്തവരെയും ഒക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്രിസ്തീയ ജീവിതം വിശ്വാസ ജീവിതമാണിപ്പോ. വിശ്വാസത്തോടെ ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ കുറവുകള് ഞങ്ങളുടെ ആവശ്യങ്ങള് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ചോദിക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ദൈവമേ ഞങ്ങൾ ചോദിക്കാതെ തന്നെ എല്ലാം അറിയുന്ന ദൈവമാണ്. എന്നാൽ കർത്താവെ ഞങ്ങൾ ചോദിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവെ അവിടുന്ന് ചെവിചായിച്ച് ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിച്ച് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ അച്ഛനും കുടുംബത്തിനുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാട്ടിലായിരിക്കുന്ന അച്ഛന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, പ്രത്യേകിച്ച് മാതാവിനെ സമർപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് കർത്താവെ നിന്റെ മകളുടെ അവസ്ഥ അറിയുന്നു കർത്താവെ. അവിടുന്ന് കൂടെ ഇരുന്ന് കർത്താവെ കിടക്കി കരികിൽ അവിടുന്ന് കൂടി എത്രയും വേഗം കർത്താവെ അവിടുന്ന് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചവൻ കർത്താവെ അങ്ങാണ് കർത്താവെ. ഞങ്ങളുടെ മുറിവുകള് ഞങ്ങളുടെ ഒടിവുകള് ഒക്കെ കർത്താവെ സൗഖ്യമാക്കുവാൻ അങ്ങേക്ക് സാധിക്കുകയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയും വേഗം ദൈവമേ പൂർണ്ണ സൗഖ്യം നൽകണമേ. ശുശ്രൂഷിക്കുന്ന സഹോദരികളെ സമർപ്പിക്കുന്നു. അവർക്കും കർത്താവെ ദൈവമേ ആ കൃപയിൽ ദൈവ സ്നേഹത്തിൽ കൃപയിൽ നിന്നുകൊണ്ട് ദൈവമേ മാതാവിനെ ശുശ്രൂഷിക്കുവാനുള്ള എല്ലാ കൃപകളും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ ഞങ്ങളുടെ സഭയിലെ എല്ലാ രോഗികളായിട്ടുള്ളവര് ഭവനത്തിലായിരിക്കുന്നവരുണ്ടപ്പാ ദൈവമേ, ഹോസ്പിറ്റലുകളിൽ ഉള്ളവരുണ്ട് ദൈവമേ കർത്താവെ. അതുപോലെ ദൈവമേ ഓരോ കാര്യങ്ങൾക്കും അതിന്റെ സർജറി കഴിഞ്ഞിട്ട് അതിന്റെ പോസ്റ്റ് റിക്കവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവര് അങ്ങനെ പല വിധത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ഞങ്ങൾ ആരുടെയും പേര് എടുത്തു പറയുന്നില്ലെങ്കിലും ഞങ്ങളുടെ ദൈവം കർത്താവെ സർവശക്തൻ അവിടുന്ന് കാണുന്ന ദൈവമാണ് ദൈവമേ. എല്ലാം അറിയുന്ന ദൈവമാകാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വിശ്വാസത്തോടെ കർത്താവെ അവര് ദൈവമേ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് കർത്താവെ. അവിടുത്തെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് ദൈവമേ. ഞാൻ അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് ദൈവമേ അവിടുന്ന് പറഞ്ഞിരിക്കുന്നു കർത്താവെ. അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാകയാൽ സ്തോത്രം. യഹോവ റഫ. അപ്പൊ അവിടുത്തെ നാമത്തിന് ശക്തിയുണ്ട് കർത്താവെ. അവിടുത്തെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ്. സൗഖ്യമാക്കുന്ന യഹോവയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ജീവനുള്ള സാക്ഷികളായിട്ട് അവരൊക്കെ തീരുവാൻ തക്കവണ്ണം എന്റെ ദൈവം എന്നെ കർത്താവെ സൗഖ്യമാക്കിയെന്ന് അവരുടെ വായിൽ നിന്ന് കേൾക്കുവാൻ തക്ക വിശ്വാസത്തിന്റെ ആത്മാവിനെ നീ അവിടുന്ന് കൊടുക്കണം കർത്താവെ. മാരകമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, ആരോടും പറയാതെ കർത്താവെ. പല രോഗങ്ങളാലും ഭാരപ്പെടുന്ന എന്നാൽ കർത്താവെ ദൈവമേ അവിടുന്ന് എല്ലാം അറിയുന്ന ദൈവമാണ് കർത്താവ്. ഇതൊക്കെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. രോഗക്കിടക്കയിലായിരിക്കുന്നവരെ കർത്താവെ ദൈവമേ 38 സംവത്സരം കർത്താവെ ആ കുളക്കടവിൽ കിടന്ന ദൈവമേ കർത്താവെ അവിടുന്ന് സൗഖ്യമാക്കിയ യഹോവയാകുന്നു കർത്താവെ. എത്ര വർഷം പഴകിയതാണോ ഏത് രോഗമാണേലും അപ്പൊ അങ്ങയുടെ സന്നിധിയിൽ അവിടുന്ന് ഈ ലോകത്തിലായിരുന്നപ്പോൾ കടന്നു വന്ന് ആർക്കും അവിടുന്ന് അവരെയും അവിടുന്ന് സൗഖ്യമാക്കാതിരുന്നിട്ടില്ല കർത്താവെ. അവിശ്വാസം കർത്താവെ കഴിഞ്ഞ ഫ്രൈഡേ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് കൊടുങ്കാറ്റടിച്ചാലും
കർത്താവെ ഏതെല്ലാം പ്രയാസങ്ങൾ കടന്നു വന്നാലും അമ്മരത്ത് കർത്താവെ അവിടുന്നുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ അമരത്ത് കർത്താവെ അവിടുന്ന് ഉറങ്ങുന്നവനായിട്ടല്ല, അങ്ങ് വിളിച്ചുണർത്തി കർത്താവെ വിശ്വാസത്തോടെ മുന്നോട്ട് ജീവിക്കുവാൻ അപ്പൊ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം ഞങ്ങളെ കർത്താവെ ശുദ്ധിയാക്കുന്നതാകുന്നു. വചനം ഞങ്ങൾക്ക് കർത്താവെ അറിവ് തരുന്നാണ് കർത്താവെ. ഞങ്ങൾ വചനം പഠിച്ച് കർത്താവെ രൂപാന്തരപ്പെട്ടവരായിട്ട് കർത്താവെ കേൾക്കുന്ന വചനം ഉപേക്ഷിക്കുന്നവരായിട്ടല്ല, വീണ്ടും അതിനെ ഇരുന്ന് ആഴത്തിൽ പഠിക്കുവാനും ആഴത്തിൽ വചനത്തിൽ വേരൂന്നി കർത്താവെ ജീവിത കൊടുങ്കാറ്റിൽ നിന്നും ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലൊക്കെ കടന്നു വരുമ്പോൾ കർത്താവെ അവിടുന്ന് കൈവിടാതെ കർത്താവെ അച്ഛൻ കഴിഞ്ഞ ഫ്രൈഡേ പറഞ്ഞതുപോലെ ഒരു വള്ളത്തിന്റെ അമരമാണ് ആദ്യം തകരുന്നത്, എന്നാൽ അവിടെ ഞങ്ങളുടെ യേശു ഉണ്ടെന്ന് കർത്താവെ അത് കഴിഞ്ഞ് ഏത് കൊടുങ്കാറ്റും ഞങ്ങളിലേക്ക് അടിക്കത്തുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം അപ്പൊ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രിയപ്പെട്ട ദൈവമേ ഞങ്ങളുടെ ചർച്ചിലെ എല്ലാ കുടുംബത്തിലും കർത്താവെ രോഗികളായിട്ടുള്ളവരെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. സൗഖ്യമാക്കുന്ന കരം കർത്താവെ അവിടുത്തെ അണിപ്പരുതുള്ള കരം ദൈവമേ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ തൊടണമേ, സൗഖ്യം നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നന്ദിയോട് കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. പൊന്നുപിതാവേ ഹോസ്പിറ്റലുകളിലൊക്കെ കർത്താവെ ട്രീറ്റ്മെന്റിലൂടെ ഒക്കെ കടന്നു പോകും കർത്താവെ. എന്നാൽ ദൈവമേ അങ്ങ് കർത്താവെ ദൈവമേ ഡോക്ടർമാർക്ക് വേണ്ടുന്ന വിവേകം കർത്താവെ തക്ക മരുന്നുകളൊക്കെ ചെയ്യുവാൻ അപ്പൊ ആ കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇതുപോലെ ദൈവമേ ഞങ്ങളുടെ സഭയിലെ കർത്താവെ എല്ലാ പ്രായമായ പ്രിയപ്പെട്ടവരെയും കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. ദൈവമേ ചർച്ചിലേക്ക് വരുവാനുള്ള പ്രയാസങ്ങളുണ്ട്, കിടപ്പിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. ദൈവമേ മറ്റുള്ളവരുടെ സഹായമില്ലാതെ കടന്നു വരാൻ പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവെ. ഇവരെയൊക്കെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ അവിടുന്ന് കൂടെ ഇരിക്കണം. ദൈവമേ ഭവനത്തിൽ ഇരുന്ന് കർത്താവെ ഇങ്ങനെയുള്ള കർത്താവെ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഇവരൊക്കെ കർത്താവെ ഭവനത്തിലിരുന്ന് വചനം കേൾക്കുവാനും വചനം അവരുടെ ഉള്ളിലൊക്കെ പ്രവർത്തിച്ച് കർത്താവെ നിത്യതയ്ക്കായി കർത്താവെ പ്രത്യാശയോടെ ഒരുങ്ങുവാൻ ദൈവമേ ഞങ്ങളെയൊക്കെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകത്തിന്റെ പോക്കുകളൊക്കെ കാണുമ്പോൾ അപ്പൊ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു കർത്താവെ, ലോകത്തിലുള്ള ഞങ്ങളുടെ ജീവിതം എങ്ങനെയാകും, പല വിധത്തിലുള്ള ഭാരങ്ങളുണ്ട് കർത്താവെ. എന്നാൽ അതിനൊക്കെ കർത്താവെ മുൻപേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പ്രത്യാശയുള്ളവരായി കർത്താവെ ഏത് വഴിയിലെ കർത്താവെ തന്നിൽ വിശ്വസിക്കുന്ന തന്റെ മക്കളെ കർത്താവെ ദൈവമേ തന്നിൽ ആശ്രയിക്കുന്ന തന്റെ മക്കളെ കർത്താവെ ഈ ലോകത്തിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല കർത്താവെ, അവിടുന്ന് നിത്യതയിൽ ഞങ്ങളെ ചേർക്കുന്ന ദൈവമാണ്. പ്രത്യാശയോടെ വിശ്വാസത്തോടെ കർത്താവെ ഈ ലോകത്തിൽ ഞങ്ങൾ നഷ്ടമായി പോകാതെ ഞങ്ങളുടെ പ്രാണൻ ദൈവമേ ഞങ്ങളുടെ ആത്മാവ് നഷ്ടമായി പോകാതെ നിത്യതയിൽ ഞങ്ങൾ ചേരുവാൻ തക്കവണ്ണം ദൈവമേ ഉറപ്പും വിശ്വാസമുള്ളവരായി വചനം ഞങ്ങളെ ശുദ്ധീകരിച്ച് കർത്താവെ അവിടുത്തെ പരിശുദ്ധ രക്തം ഞങ്ങളെ ശുദ്ധീകരിച്ച് അവിടുത്തെ സ്വർഗീയ അഗ്നിക്കുള്ളിൽ ഞങ്ങളെ കാത്ത് അപ്പൊ ആ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് കർത്താവെ നിത്യതയോടും കാത്തുകൊള്ളുന്ന കൃപയ്ക്കായി നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ ദൈവമേ ഞങ്ങളുടെ യൗവനക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളെ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ പാദപിടുത്തങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യൗവനത്തിലെ തന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ കർത്താവെ വചനം അനുസരിച്ച് കർത്താവെ ഇന്നത്തെ ലോകത്തിലെ ദൈവമേ വിശ്വാസമില്ല കർത്താവെ. ദൈവമേ എന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും ദൈവമേ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെട്ട് ദൈവമേ ലോകത്തിന്റെ പുറകെ ഓടുന്നവരായിട്ട് തീരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ പ്രവചന പുസ്തകത്തിൽ ആദ്യം പറയുന്ന പോലെ ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നെ അറിയുന്നില്ല. അങ്ങനെ കർത്താവെ ഞങ്ങളുടെ ദൈവത്തെ ഓരോ ദിവസവും ഞങ്ങളെ പോറ്റി വളർത്തുന്ന തമ്പുരാനെ അങ്ങേ അറിയാത്തവരായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും ആയി പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ ഞങ്ങളുടെ കഴിവോ മിടുക്കോ അല്ല കർത്താവെ. ദൈവം തന്നില്ലെങ്കിൽ കർത്താവെ ഞങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് അങ്ങയുടെ കൃപയാലാകുന്നു കർത്താവെ. ദൈവമേ ഈ ലോകത്തിലുള്ള ഓരോ സാധനം മേടിക്കുമ്പോൾ അതിന് ഗ്യാരണ്ടി ഉണ്ടെന്നാൽ ദൈവമേ ഞങ്ങളുടെ ഗ്യാരണ്ടി അവിടുന്ന് ആകയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ ഞങ്ങളുടെ ചർച്ചിലെ കർത്താവെ കുഞ്ഞു മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ ദൈവമേ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന
ദൈവമാണ് അവിടുന്ന്. കർത്താവെ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ തമ്പുരാനെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ കുഞ്ഞുങ്ങളെ കർത്താവെ പേരുപേരായി സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധി കൊടുക്കണം കർത്താവെ. ഇന്നത്തെ സ്കൂളുകൾ കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ ഏതൊക്കെ വിധത്തിലുള്ള ആപത്തുകൾ കർത്താവെ, ലോകത്തിന്റെ ഏതെല്ലാം വിധത്തിലുള്ള മോഹങ്ങൾ കർത്താവെ അവരെ ആക്രമിച്ചുകൊണ്ട് അവരെ ദൈവമേ പിന്തുടരുന്നത് ദൈവമേ. അപ്പാ, അവിടുന്ന് ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നിന്റെ ദൂതന്മാരുടെ കാവൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരാപത്തിലും ഒരനർത്ഥത്തിലും വേണ്ടാത്ത ഒരു വഴികളിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും പോകുവാനിട ആക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും തമ്മിൽ ദൈവമേ വ്യത്യാസമുള്ളവരായി അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമുള്ള കുഞ്ഞുങ്ങളായി ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ദൈവമേ, ആ ദൈവത്തിന്റെ കർത്താവെ കരുതലും കൃപയും ഒക്കെ ദൈവമേ ശരിയായ രീതിയിൽ ദൈവമേ ദൈവവചനം ഞങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കർത്താവെ വചനത്തിൽ കുഞ്ഞുങ്ങൾ ബലപ്പെട്ടു വരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ദൈവമേ, ഞങ്ങൾ ഈ സമയത്ത് കർത്താവെ ലോകത്തിന്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പൊന്നുപിതാവേ. അവിടെ യുദ്ധങ്ങളെ വീണ്ടും യുദ്ധങ്ങളെ പലവിധത്തിലുള്ള കർത്താവെ സാമ്പത്തികമായ പ്രശ്നങ്ങളെ പലതും നടക്കുന്നു കർത്താവെ. ഇതൊക്കെയും ലോകത്തെ മൊത്തം കർത്താവെ ഉലയ്ക്കുന്ന പ്രശ്നങ്ങളാണ് കർത്താവെ. ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് കർത്താവെ, ലോകത്തിന്റെ ഭരണാധികാരികൾക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. അവരൊക്കെയും കർത്താവെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനം അവരുടെയൊക്കെ മുകളിൽ ഒരു കർത്താവെ ഒരു ഭരണാധികാരി ഉണ്ട് കർത്താവെ. ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ഒരു കർത്താവെ ആ ഒരു അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ കൊടുത്ത് കർത്താവെ ദൈവമേ രാജ്യത്തെ നേരായ നീതിയോടും ന്യായത്തോടും കൂടെ ഭരിക്കുവാനും കർത്താവെ ഉള്ള ബുദ്ധിയും ജ്ഞാനവും കൊടുത്ത് കർത്താവെ ലോക സമാധാനത്തോടെ ദൈവമേ അവിടുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ പൊന്നുപിതാവേ, അവിടുന്ന് അവിടുത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ മക്കൾ കർത്താവെ ഞങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് കർത്താവെ ഞങ്ങൾ ദൈവസന്നിധിയിൽ താണ് ഞങ്ങളുടെ രാജ്യങ്ങൾക്കായി ഞങ്ങളുടെ ലോക സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ദേശത്തിന് സൗഖ്യം തരുന്നവർ യഹോവയാണ്. അവിടുന്ന് ആകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ സമർപ്പിക്കുന്നു പിതാവേ. ഡൽഹിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എത്രയോ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവമേ ഏതെല്ലാം വിധത്തിൽ എത്രയോ കുഞ്ഞുങ്ങൾ ദൈവമേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി ദൈവമേ. ആ മാതാപിതാക്കളുടെ വേദന കർത്താവേ അത് മറ്റുള്ള കുഞ്ഞുങ്ങളാണ്, മറ്റുള്ള മാതാപിതാക്കളാണെന്നോ ദൈവമേ ഞങ്ങൾക്ക് സമാധാനിക്കുവാൻ ഒരു വകയുമില്ല കർത്താവേ. ഞങ്ങളെ പോലെയുള്ള ദൈവമേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവേ സംഭവിച്ചു പോയിരിക്കുന്നതൊക്കെ അറിയുന്ന ദൈവമേ അവിടെ നടക്കുന്ന കർത്താവേ നീതിയോടും ന്യായത്തോടും കർത്താവേ ദൈവമേ ഒരു പക്ഷവും ഒരു കഴുതുമില്ലാതെ കർത്താവേ ദൈവമേ ഓരോ കാര്യങ്ങൾ ദൈവമേ ഇന്ത്യയുടെ സമാധാനം ദൈവമേ സ്വസ്ഥത കർത്താവേ നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും അവിവേകം പ്രവർത്തിക്കുന്നവരായിട്ട് തീരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. രാജ്യത്തിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കർത്താവെ ഒക്കെ ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ഒരു കർത്താവെ ഭരണമാണല്ലോ കർത്താവെ ഇന്ത്യയിൽ നടക്കുന്നത് ദൈവമേ. ഭരണാധികാരികളെ നല്ല ഭരണാധികാരികളെ മനുഷ്യത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഭരണാധികാരികളെ അവിടുന്ന് ദൈവമേ തിരഞ്ഞെടുത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ദൈവമേ ഞങ്ങളുടെ സഭയിലുള്ള കർത്താവെ റിട്ടയർഡായി ജീവിതം നയിക്കുന്നവരെ ഒക്കെയും ഓർക്കുന്നു കർത്താവെ. ദൈവമേ ജീവിതത്തിന്റെ നല്ല സമയത്ത് കർത്താവെ നല്ല വേലകളൊക്കെ ചെയ്തെന്ന് കർത്താവെ അവരൊക്കെ വിശ്രമിക്കുമ്പോൾ കർത്താവെ കൂടുതൽ ദൈവമേ അവരെ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. ദൈവനാമ മഹത്വത്തിനായിട്ട് കർത്താവെ അവരുടെ ജീവിതങ്ങളെ ഒക്കെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം കൂടുതൽ വചനത്തിലേക്കൊക്കെ അടുത്ത് വരുവാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങളുടെ ലേറ്റി ഫെലോഷിപ്പിനെ ഇവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും സഭയ്ക്കും അവർക്കും കുടുംബങ്ങൾക്കും ഒക്കെ പ്രയോജനമുള്ളതാക്കി അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ സഭയിലെ മെമ്പേഴ്സുമായി ഒരുങ്ങിയിരിക്കുന്നവരായിട്ട് ഞങ്ങളെ തീർക്കരുത് കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ലോകത്തിന്റെ വെളിച്ചമായിട്ട് കർത്താവെ ദൈവമേ മലവേലെ കർത്താവെ പ്രകാശിക്കുന്ന പട്ടണം പോലെ കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വെളിച്ചം ദൈവമേ സിസ്റ്റാവായി അങ്ങ് അറിയുവാനൊക്കെ തന്നിരിക്കുന്നത്
മറ്റുള്ളവരോട് പറയുവാനും അവരെ കൂടെ കർത്താവെ ഞങ്ങളോട് കൂടെ കൂട്ടി ദൈവമേ നിന്നെ ആരാധിക്കാൻ ദൈവമുള്ളവരായി തീർക്കുവാൻ തക്കവണ്ണം ഒക്കെ ദൈവമേ സഭയായിട്ട് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഇപ്പോൾ കർത്താവെ ഞങ്ങളുടെ BHN കർത്താവെ ആരാധനയും ഇവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനെ ഒരിക്കൽ കൂടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ. ഇവിടെ ഞങ്ങൾക്ക് ഒരു ദൈവമേ ചെറിയൊരു ആരാധന തന്നിരിക്കുന്നതിനായി സ്തോത്രം. എന്നാൽ കർത്താവെ ആരാധിക്കുവാൻ ദൈവമേ ഞങ്ങൾക്കൊരാലയം ആവശ്യമാണ് കർത്താവെ. ദൈവമേ അതിനായിട്ട് ഉള്ള ഒരു സ്ഥലം, അതിനായിട്ട് പ്രവർത്തിക്കുവാനൊക്കെ ദൈവമേ ഈ ചില ഏരിയയിലുള്ള ഞങ്ങളെ ഓരോരുത്തരെയും അതിന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളൊരു ചുവട് വെക്കുമ്പോൾ പിതാവെ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് സക്സസ് ആയിട്ട് കാര്യങ്ങളൊക്കെ നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ വിവാഹത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, ആ പ്രായം കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ദൈവമേ ലോകത്തിന്റെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുവാൻ ഭയമായിട്ടും ദൈവമേ ഒക്കെ ആയിരിക്കുന്നു. എന്നാൽ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ദൈവമേ അവിടുന്ന് തിരഞ്ഞെടുത്ത് ദൈവമുള്ള കുഞ്ഞുങ്ങളെ കർത്താവെ തിരഞ്ഞെടുത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ദൈവമേ ദൈവം കൂടെയുള്ള ജീവിതങ്ങളായിട്ട് ദൈവമേ മുന്നോട്ട് കുടുംബജീവിതം നയിക്കുവാനൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ ദൈവമേ ഞങ്ങളുടെ കപ്പിൾസിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഉത്തരഫലം യഹോവ നൽകുന്ന അനുഗ്രഹമാകയാൽ സ്തോത്രം ചെയ്യുന്നു ദൈവമേ. കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുന്ന ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്ന ദൈവമേ. ആ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഹൃദയം ഉരുകി ദൈവമേ പ്രാർത്ഥിക്കുവാനും അശൗമേബാലിനെ പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവമേ നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കണം. ദൈവം തരുന്ന ദാനമാകയാൽ കർത്താവെ അതിനെ ദൈവത്തിനായിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മുൻപിതാവേ ദൈവമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും അതിന്റെ ഫലം പ്രാപിപ്പാനും തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുടുംബമായിട്ട് കർത്താവെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവേ ദൈവമേ സ്തോത്രം. ദൈവമേ വേർപാടിന്റെ ദുഃഖത്താൽ ഭാരപ്പെടുന്ന കർത്താവെ ജെബിയുടെ കർത്താവെ ഭവനത്തെ ഓർക്കുന്നു, സുസനെയും നിഹാലിനെയും കുടുംബത്തെ കർത്താവെ ദൈവമേ പ്രിയപ്പെട്ടവരെ ഒക്കെ കരങ്ങളിലേക്ക് തരുന്നു ദൈവമേ. വേർപാട് കർത്താവെ ഞങ്ങൾക്ക് സഹിക്കാൻ വരാത്ത വേദനയാണ്, എന്നാൽ അവിടുന്ന് തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി വിശ്വാസത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഏതവസ്ഥയിലും പിതാവെ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ദൈവമേ സുസനെ വചനം കർത്താവെ അയച്ച് ബലപ്പെടുത്തണമേ. പ്രത്യാശയോട് വചനത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങൾക്ക് ആശ്വസിപ്പിക്കാനൊക്കെ കർത്താവെ പരിധിയുണ്ട് കർത്താവെ. അതൊന്നും മനുഷ്യൻ നൽകുന്ന ആശ്വാസങ്ങളൊന്നും ഞങ്ങൾക്ക് ആശ്വാസമായിട്ട് തീരത്തില്ല. എന്നാൽ കർത്താവെ അവിടുന്ന് നൽകുന്ന ആശ്വാസം, അവിടുന്ന് നൽകുന്ന നിന്നോട് കൂടെ ഇരിക്കും കർത്താവെ. നല്ല സഖിയായി നല്ല ഇടയനായിട്ട് കർത്താവെ കൂടെ ഇരിക്കുന്നവരെ യഹോവയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നുള്ള വിശ്വാസം സുസനും നിഹാലിനും കുടുംബത്തിനും ഒക്കെ കൊടുക്കണമേ. കൈപിടിച്ച് അവിടുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെവിയില്ലാത്തതിന്റെ ഭാരങ്ങളോ പ്രയാസങ്ങളോ അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കരുതേമേ. ആശയോടും സന്തോഷത്തോടെ ആയിരിക്കാൻ കുടുംബത്തെ അവിടുന്ന് സഹായിക്കണമേ. കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ ഒക്കെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു കർത്താവെ. അങ്ങനെ കർത്താവെ അല്പസമയം പൊന്നുപിതാവെ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ അടിയനെ ഏൽപ്പിച്ച ഓരോ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തന്ന കൃപയോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രാർത്ഥിച്ച അടിയന്റെ കുറവുകളോ ബലഹീനതകളോ ഒത്തിരി ഉണ്ട് കർത്താവെ. അങ്ങ് നോക്കുമ്പോൾ കർത്താവെ എല്ലാം അവിടുന്ന് ക്ഷമിക്കണം കർത്താവെ. അവിടുന്ന് ക്ഷമിച്ച് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ അപേക്ഷിച്ച് ഓരോ വിഷയത്തിലും അപ്പൊ അവിടുന്ന് എത്രയും വേഗം ഉത്തരം നൽകി കർത്താവെ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം മാത്രമല്ല, ഉത്തരം നൽകുന്ന ഒരു ദൈവം, ജീവനുള്ള ദൈവമാണ് ഞങ്ങളുടെ ദൈവം എന്നുള്ളത് ഒരിക്കൽ കൂടെ സഭയായിട്ട് കർത്താവെ, കുടുംബങ്ങളായിട്ട് വ്യക്തികളായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞ് ആ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുവാൻ സഭയായിട്ട് കർത്താവെ ദൈവമേ വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ പ്രാർത്ഥിച്ച സമയത്ത് കർത്താവെ എന്റെ ചിന്തയിലോ വാക്കുകളിലോ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അടിയങ്ങളോട് ക്ഷമിക്കണം. സർവ്വതും
ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അവിടുത്തെ പ്രിയപുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ, ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ വീണ്ടും സമർപ്പിക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ ദാസി നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ കാര്യങ്ങളെയും കർത്താവ് കേട്ട് ഉത്തരം അരുളണമേ. ദുഷ്യാന്റെയും കർത്താവെ ആരോഗ്യത്തോടും ബലത്തോടും കാക്കണം. എൻ്റെ ദാസി ഈ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുവല്ലോ. പ്രാർത്ഥനയുടെ അനുഗ്രഹം എൻ്റെ മകളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മോനെയും കുടുംബത്തെ ഓർക്കുന്നു. ഇന്ന് കൊച്ചുമോന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. അവൻ്റെ ആരോഗ്യത്തിനും ബലത്തിനും വളർച്ചയ്ക്കും ജീവിതത്തിനും ഒക്കെ ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും പ്രിയ കുഞ്ഞിന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഒപ്പമുള്ള മോളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മോളുടെ ജീവിതത്തിനായിട്ടും സ്തോത്രം. കുടുംബാംഗങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നാളെ ഞങ്ങൾ അവിടെ പ്രാർത്ഥനാ യോഗം നടത്തുന്നു. നാളത്തെ പ്രാർത്ഥന അനുഗ്രഹമാണ്. കടന്നു വരാനായിട്ട് കർത്താവ് ഞങ്ങളുടെ ഇടവും മക്കളെ ഒരുക്കണം. അനുകൂലമായ കാലാവസ്ഥയും സാഹചര്യവും ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ കാര്യങ്ങളെയും ഏൽപ്പിക്കുന്നു മശിയായുടെ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കാം. ഇടവകയുടെ ചുമതലക്കാരെ, ചർച്ച് കമ്മിറ്റി മെമ്പേഴ്സിനെ, ഓഫീസ് ബെയറേഴ്സിനെ, അതേപോലെ ഇടവകയുടെ സംഘടനകളെ, ഓക്സിലറീസ്, സൺഡേ സ്കൂൾ, യൂത്ത് ലീഗ്, വിമൻസ് ഫെലോഷിപ്പ്, യങ് കപ്പിൾ ഫെലോഷിപ്പ്, ലൈറ്റി, കൊയർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഓക്സിലറീസിനെയും അതിൻ്റെ ലീഡർഷിപ്പിനെയും നമുക്ക് പ്രേയറിൽ ഓർക്കാം. അടുത്ത മാസം വളരെ പ്രധാനപ്പെട്ട ചില പ്രോഗ്രാമുകൾ നമുക്ക് നടക്കുകയാണ്. യൂത്തും യങ് കപ്പിളും ചേർന്ന് നടത്തുന്ന റിട്രീറ്റ് ഓഗസ്റ്റ് 15-ാം തീയതി നടത്തപ്പെടുന്നു. ഓഗസ്റ്റ് 9-ാം തീയതി വിമൻസ് ഫെലോഷിപ്പിൻ ലീഡർഷിപ്പിൽ ഫുഡ് സെയിൽ നടക്കുന്നു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ അടുത്ത മാസത്തിൽ നമുക്ക് നടക്കുകയാണ്. അനുഗ്രഹകരമായ കുടിവരവും അനുഗ്രഹകരമായ കൂട്ടായ്മയും ദൈവത്തിൻ്റെ നടത്തിപ്പും ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ടാകണമേ. നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇടവകയുടെ സാമ്പത്തിക ആവശ്യങ്ങളെ, ഭൗതികമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇടവകയുടെ ആത്മീക വർധനവിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില പേപ്പർ വർക്കുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ദൈവത്തിൻ്റെ കരുതൽ അക്കാര്യത്തിലൊക്കെ ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകമായിട്ട് അതിലെ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. മധ്യകേരള ഡയസിസിനെ, മേഡക് ഡയസിസിനെ, അതിൻ്റെ ബിഷപ്സിനെ, CSI സഭയ്ക്ക് നേതൃത്വം നൽകുന്നവരെ, സഭയുടെ വളർച്ച, സഭയുടെ നിലനിൽപ്പ്, ഈ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ, ബിഷപ്സ്, ശുശ്രൂഷക്കാർ, വൈദികർ, ദൈവവേലക്കാർ, മിഷണറിമാർ, മിഷൻ ഫീൽഡുകൾ, ഇന്ത്യയുടെ സുവിശേഷീകരണം. ദൈവമേ, ഞങ്ങൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെ ഇന്ത്യയുടെ സുവിശേഷീകരണം ചെയ്യുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധികളുടെ ഇടയിലും പ്രതികൂലങ്ങളുടെ ഇടയിലുമൊക്കെ പ്രവർത്തിക്കുന്ന മിഷണറിമാരെ, അവരുടെ ശുശ്രൂഷകളെ, സ്ഥാപനങ്ങളിലൂടെ അതേപോലെ തന്നെ നേരിട്ട് വചനം പറഞ്ഞുമൊക്കെ ആയിട്ട് ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ, ഇങ്ങനെ പല രീതിയിൽ സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും ദൈവവേലക്കാരെയും നമുക്കൊരു നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ കരുതലും കൃപയും ഈ ശുശ്രൂഷകളിലൊക്കെ ലഭിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവകയിൽ നിന്നും തുടർ പഠനത്തിനായിട്ടൊക്കെ പുറത്തൊക്കെ പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിതത്തിനായിട്ടും ജീവിതാവശ്യങ്ങൾക്കായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മുടെ ഇടവകയോട് ചേർന്ന് കിടക്കുന്ന, ദൈവാലയത്തോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടി വാങ്ങണമെന്നൊക്കെയുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തു. അതിൻ്റെ മുമ്പോട്ടുള്ള ക്രമീകരണങ്ങൾക്കായിട്ടും ദൈവത്തിൻ്റെ നടത്തിപ്പിനായിട്ടും അത് നമുക്ക് അനുകൂലമായി എല്ലാം ലഭിക്കേണ്ടതിനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ അറിഞ്ഞോ അറിയാതെയോ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ, പ്രത്യേകിച്ച് ജോലി നഷ്ടമായിട്ടുള്ളവരുണ്ട്, ജോലി പുതുതായിട്ട് അന്വേഷിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാം. ലോകത്തിൽ വിവിധ തരത്തിലുള്ള അഡിക്ഷൻസിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്. അവരുടെ റീസ്റ്റോറേഷനായിട്ട്, അവരുടെ റിപ്പൻഡൻസിനായിട്ട്, അവരുടെ മടങ്ങി വരവിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും ഒക്കെ അടിമകളായി ജീവിക്കുന്ന മനുഷ്യർ, ദൈവമേ അവർക്ക് രൂപാന്തരം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, അനാഥരായവർ, വിധവമായവർ, പട്ടിണിയിലും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവർ, ഭവനങ്ങളില്ലാത്തവർ, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവർ, ശാരീരികമായും മാനസികമായും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ സമാധാനത്തിനായിട്ടും യുദ്ധക്കെടുതികളിൽ ജീവിക്കുന്നവരുടെ ആശ്വാസത്തിനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മിഡിൽ ഈസ്റ്റിലും അതേപോലെ വെസ്റ്റ് ഏഷ്യയിലും ഒക്കെ ഒത്തിരി പ്രയാസങ്ങൾ സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലും കൃപയും ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ടാകണമെന്നും ലോകത്തിലെ ജനങ്ങൾ സമാധാനത്തോടെ പരസ്പരം സ്നേഹിച്ചും പല സംസ്കാരങ്ങൾ അംഗീകരിച്ചും ഒക്കെ ജീവിക്കാനായിട്ടിടയാകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകയെ പ്രാർത്ഥനയിൽ വഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് ഇടവകയുടെ എല്ലാ ആവശ്യങ്ങളെയും ശുശ്രൂഷകളെയും, ഇടവകയിൽ നടത്തപ്പെടുന്ന ആത്മീക ശുശ്രൂഷകളെയും ഭൗതികമായ ആവശ്യങ്ങളെയും പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം, എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം, എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഇപ്പോൾ ചാച്ചിയമ്മാമ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ശില്പങ്ങളെ കേൾക്കാമോ? ചാച്ചിയമ്മാമ ഉണ്ടോ അടുത്ത്? പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. കേക്കാവോ അച്ഛാ? കേൾക്കാം. ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നീ ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. കർത്താവെ, കരുതുന്നവനാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങൾ എത്രത്തോളം താങ്ങി നടത്തിയ കൃപയ്ക്കായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത്രയും നല്ല ഒരു പള്ളി ഞങ്ങൾക്കായി തീർത്തു തന്നതിനാൽ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ ചർച്ച നടത്തുന്ന അച്ഛന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ബിഷപ്പുമാരെ എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ മിഷനറീസ് കർത്താവെ, മിഷൻ വീട്ടിലുള്ള എല്ലാവരെയും കർത്താവെ, എല്ലാ ആരാധന നടത്തുന്നവരെ എല്ലാവരെയും കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. നീ അവരോട് കൂടെ ഇരുന്ന് കർത്താവെ അവരെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നിന്റെ നാമം ഭൂമിയിലൊക്കെയും കർത്താവെ നിറയുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവർക്ക് വേണ്ടതായ എല്ലാ സഹായവും അവിടുന്ന് ചെയ്തു കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ആരോഗ്യം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെയൊക്കെയും വിടുതൽ ചെയ്ത് കർത്താവെ നിന്റെ നാമം കൂടുതലായി ഘോഷിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ചർച്ചിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് അത് നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാ കരുണയ്ക്കും കൃപയ്ക്കുമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന എല്ലാ മെമ്പേഴ്സിനെയും കർത്താവെ അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്ന കർത്താവെ. അങ്ങ് അവരോട് കൂടെ ഇരുന്ന് അവരുടെ ആവശ്യങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കൂടെ ഇരുന്ന കർത്താവെ അവരെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. നീ ഞങ്ങളുടെ നാഥനാകുന്നുവല്ല കർത്താവെ, ഞങ്ങളെ താങ്ങി നടത്തണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ചർച്ച് കമ്മിറ്റിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ കാര്യത്തിലും കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ.
പലവിധമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് കർത്താവെ. എല്ലാ ബുദ്ധിമുട്ടുകളിലും കർത്താവെ, ആരോഗ്യ പ്രശ്നങ്ങളിലും എല്ലാ അച്ഛൻ്റെ കൂടെ ഇരിക്കണമേ. അച്ഛൻ സൗഖ്യം കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നിന്റെ നാമം ഘോഷിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അച്ഛൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊച്ചമ്മയെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, എല്ലാവിധ സഹായത്താലും നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. കുഞ്ഞുമക്കൾക്കായി അപേക്ഷിക്കുന്നു കർത്താവെ. പഠന കാര്യത്തിൽ അവരെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കൂടാതെ കർത്താവെ ദിവസവും സ്കൂളിൽ പോവാൻ തക്കവണ്ണം കർത്താവെ നീ അവിടുന്ന് അവരെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ചർച്ച് മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവെ. ഓരോ കുടുംബത്തിനായി അപേക്ഷിക്കുന്ന കർത്താവെ. എല്ലാവരെയും ആരോഗ്യത്തോടെ സൗഖ്യത്തോടും കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് കർത്താവെ. അവർക്കൊക്കെയും കർത്താവെ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളെല്ലാം ഒരു പള്ളിയിൽ കൂടുന്നവരാണ്. ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവെ ഒരു മനസ്സോടുകൂടി അങ്ങയെ ഘോഷിക്കുവാനും അങ്ങയോട് പ്രാർത്ഥിപ്പാനും അങ്ങയോട് അപേക്ഷിപ്പാനും അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാനുമായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങിൽ ആശ്രയിക്കുന്ന ഒരു ചർച്ചും കുടുംബവും ആക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഒരു കുടുംബമായി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞു മക്കൾക്ക് കർത്താവെ ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവത്തെ വിശ്വസിപ്പാനും തക്കവണ്ണം കർത്താവെ അവരെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവരെ എല്ലാം കർത്താവെ അങ്ങയുടെ വഴി കൂടി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. കുഞ്ഞുമക്കൾ പഠിക്കുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവെ അവരോട് കൂടെ ഇരിക്കണമേ. അവർക്ക് കാവലും കരുതലുമായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നിന്റെ മക്കളാക്കി അവരെ വളർത്തിക്കൊണ്ടു പോകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു കർത്താവെ. ചർച്ച് ഫെലോഷിപ്പ് കർത്താവെ എത്രയും ഭംഗിയായി മുമ്പോട്ട് പോകാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ മെമ്പേഴ്സും കർത്താവെ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സൺഡേ സ്കൂള്, ഞങ്ങളുടെ യൂത്ത് ഫെലോഷിപ്പ്, ഇതെല്ലാം കർത്താവെ മുമ്പോട്ട് പോകുവാനായിട്ട് അവിടുത്തെ കരുണയും കൃപയും ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പച്ച കൈനീട്ടുന്നു തരണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ വിമൻസ് ഫെലോഷിപ്പിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. കൂടുതൽ മെമ്പേഴ്സ് വരുവാനും കർത്താവെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാനും സഹായിക്കണമേ. അടുത്തു വരുന്ന സെയിലിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എത്രയും ഭംഗിയായിട്ട് എത്രയും നന്നായിട്ട് പോകുവാനായിട്ട് കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും അതിൽ പങ്കെടുക്കുവാനും കർത്താവെ അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. യങ് കപ്പിൾസിന്റെ ഫെലോഷിപ്പിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മുമ്പോട്ട് ജീവിതം നയിക്കുവാൻ അവരെ നീ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ലേറ്റി ഫെലോഷിപ്പിനായിട്ടും പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ മുമ്പോട്ട് പോകുവാൻ തക്കോണം സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഫെലോഷിപ്പിനെയും കർത്താവെ അവിടുത്തെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്ന കർത്താവെ. നീ താങ്ങുന്നവനാവുന്നു ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്ന കർത്താവെ. മുമ്പോട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു പോകുവാൻ തക്കവണ്ണം പച്ച അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. നീ അല്ലാതെ ഞങ്ങൾക്കാരുമില്ല കർത്താവെ. ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ ദൈവമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ഫൈനാൻഷ്യൽ നീഡിനെ എല്ലാം ഞങ്ങൾക്ക് സമർപ്പിക്കുന്ന കർത്താവെ. അങ്ങ് കാണണമേ തൊടണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. എല്ലാ കാര്യങ്ങളും ഭംഗിയായി മുമ്പോട്ട് നടക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് കരം നീട്ടണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹൃദയങ്ങളെ തൊടണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. കൂടെ ഇരിക്കണം കർത്താവെ. ഞങ്ങള് അങ്ങിൽ ആശ്രയിക്കുകയും കർത്താവെ അങ്ങയുടെ സ്പിരിറ്റില് കർത്താവെ പരിശുദ്ധാത്മാവിലും വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് വെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും കർത്താവെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവരെയും സഹായിക്കണമേ കർത്താവെ.
ഞങ്ങളുടെ എല്ലാ ഫെലോഷിപ്പിനെയും കർത്താവെ അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. താങ്ങി നടത്തണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പള്ളിയുടെ അടുത്തുള്ള സ്ഥലം വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവെ. കർത്താവേ നിന്റെ നീ അറിയുന്നുവല്ലോ കർത്താവെ, അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും കർത്താവെ അവിടുന്ന് ചേർത്ത് വെക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നടന്നു കിട്ടും വരെ കർത്താവെ ഞങ്ങൾക്ക് ആശ്വാസപ്പെടാൻ സംഗതിയില്ല കർത്താവെ. ആ സ്ഥലം ഞങ്ങളുടെ പള്ളിയോട് ചേർന്നുള്ളതാണ്. അത് വേറെ ആരും കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തന്നെ അത് തിരികെ കിട്ടുവാൻ വേണ്ടിയിട്ട് കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. യാതൊരു തടസ്സവും കൂടാതെ അത് കൈ കിട്ടുവാൻ തക്കവണ്ണം കർത്താവെ കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഡയോസിസിന് വേണ്ടി, മേഡക് ഡയോസിസിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കിട്ടുവാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ കൃപയും കരുണയും ചൊരിയണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇവിടുത്തെ ബിഷപ്പിനെ അനുഗ്രഹിക്കണമേ, ഇവിടുത്തെ അച്ഛന്മാരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ നീ അല്ലാതെ ഒന്നുമില്ല കർത്താവെ ഞങ്ങൾക്ക്. നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഓരോ ചുവടും മുമ്പോട്ട് വെക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഓരോ കുടുംബത്തെയും കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. കൗൺസിലിനെ എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല ബുദ്ധിയും ജ്ഞാനവും അറിവും അവിടുന്ന് കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങളാക്കി തീർക്കണമേ. ദൈവത്തിൽ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങളാക്കണമേ. ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ അവരെ സഹായിക്കണമേ കർത്താവെ. നീ അല്ലാതെ ആശ്രയം വേറെ ഇല്ല കർത്താവെ. അത് കുഞ്ഞുങ്ങൾക്കും കൂടെ മനസ്സിലാകുന്ന കർത്താവെ ഓരോ ചുവടും മുമ്പോട്ട് വയ്ക്കുവാൻ അവരെ നീ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഒരു കുഞ്ഞും നശിച്ചു പോവാൻ ഇടയാക്കല്ലേ അപ്പാ. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു കർത്താവെ. ഉള്ള ജോലി നഷ്ടമായെങ്കിലും കർത്താവെ ഒരു പുതിയ ജോലി, ഒരു നല്ല ജോലി കിട്ടുവാൻ തക്കണം അവരെ സഹായിക്കാം അപ്പാ. നിനക്ക് കഴിയും കർത്താവെ. നിന്നിൽ ഉറച്ച് വിശ്വസിക്കുന്ന കർത്താവെ, കൂടെ ഇരുന്നവർക്ക് പുതിയ ജോലി കിട്ടുവാൻ തക്കണം അവരെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവെ. കുടുംബമില്ലാത്തവര്, അനാഥര്, വിധവമാര്, ഇവർക്കെല്ലാം വേണ്ടി അപേക്ഷിക്കുന്നു കർത്താവെ. അവരെ എല്ലാം സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അല്ലാതെ ആശ്രയം വേറെ ആരുമില്ല കർത്താവെ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ നീ മാത്രമേ ഉള്ളൂ കർത്താവെ. അവിടുന്ന് അറിയണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ ലോകത്ത് നടക്കുന്ന യുദ്ധക്കെടുതികൾ കർത്താവെ എത്രയോ ജീവൻ പൊലിയുന്നുണ്ട്. അത് നീ അറിയണമേ, അത് നിർത്തലാക്കി തരണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. മനുഷ്യരാൽ അസാധ്യമാണെങ്കിൽ ദൈവത്തിന് സാധ്യമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു കർത്താവെ. അത് നിർത്തലാക്കി തരണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. കരുണ ചെയ്യണമേ കർത്താവെ. കരുണ തോന്നണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നിന്നിൽ ആശ്രയിക്കുന്ന അടിയങ്ങളെ നീ ഉപേക്ഷിക്കരുതേ കർത്താവെ. പാവപ്പെട്ടവരും കർത്താവെ, വിശന്നിരിക്കുന്നവരുമായ ആൾക്കാർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഭവനമില്ലാത്തവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു കർത്താവെ. എല്ലാവരെയും അവിടുത്തെ ചിറകിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടണമേ എന്ന് അപേക്ഷിക്കുന്നു. സമാധാനവും സന്തോഷവും കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. മാനവ മഹത്വം സ്തുതി സ്തോത്രം അങ്ങെടുത്താട്ടെ കർത്താവെ. എല്ലാ യേശുമ്പുരാന്റെ വലിയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഏതോ നിക്കൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ദാസി നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നീ കേട്ടുവല്ലോ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുന്ന ദൈവം എന്നും ജീവിക്കുന്നതിനായിട്ട് സ്തുതിക്കുന്നു. ശശിമാമയും ഫിലിപ്പങ്കിളിനെയും ദൈവരങ്ങൾ തരുന്നു. അവരുടെ ആരോഗ്യത്തിനും ബലത്തിനുമായി സ്തോത്രം. ഫിലിപ്പങ്കിളിനും ശശിമാമയ്ക്കും സുഖവും സന്തോഷവും നൽകണം. അവരുടെ ജീവിത കാര്യങ്ങളിൽ കൂടെ ഇരിക്കണം. മകനെയും കുടുംബത്തെയും പ്രയറിൽ ഓർക്കുന്നു. അവരെയും നീ അനുഗ്രഹിക്കണം. ഞങ്ങൾ പല വിഷയങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചല്ലോ തമ്പുരാനെ. നിന്റെ ദയയും കരുണയും ഞങ്ങളുടെ മേൽ അണിയിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധ വെച്ച് ഞങ്ങൾക്ക് ഉത്തരം വരളണം തമ്പുരാനെ. ഞങ്ങൾക്ക് മുന്നമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉയരത്തിൽ നിന്ന് കനിയണമേ, കൃപ ചൊരിയണമേ, ദയ കാണിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. എൻ്റെ മകൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ കാര്യങ്ങളെയും കർത്താവ് അവിടുന്ന് ജയം നൽകണമെന്ന് അപേക്ഷിക്കുന്നു അപ്പ.
നിന്റെ കാര്യത്തിൽ പൊന്നപാത പീഠത്തിൽ ഞങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. മശിഹായുടെ നാമത്തിൽ ചോദിക്കുന്നു, ദയതോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വചന കേൾവിക്കായിട്ട് നമുക്കൊരുങ്ങാം. അതിനു മുമ്പായി നമുക്ക് ഒരു പാട്ട് ചേർന്ന് പാടുകയും ചെയ്യാം. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 30 60 100 മേനിയായി വലിയൊരു വിളവേകിടാം. 30 60 100 മേനിയായി വലിയൊരു വിളവേകിടാം. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 30 60 100 മേനിയായി വലിയൊരു വിളവേകിടാം. വചനത്തെ സ്നേഹിക്കണം, വചനത്തിനാഴമറിഞ്ഞിടണം. വചനത്തെ സ്നേഹിക്കണം, വചനത്തിനാഴമറിഞ്ഞിടണം. കൃപയിൽ വളർന്നിടണം, ആത്മഫലമെല്ലാം നൽകിടണം. കൃപയിൽ വളർന്നിടണം, ആത്മഫലമെല്ലാം നൽകിടണം. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 30 60 100 മേനിയായി വലിയൊരു വിളവേകിടാം. 30 60 100 മേനിയായി വലിയൊരു വിളവേകിടാം. വചനമായി വന്ന നാഥൻ, ജീവമുന്തിരി വള്ളിയായോൻ. വചനമായി വന്ന നാഥൻ, ജീവമുന്തിരി വള്ളിയായോൻ. അവനോട് ചേർന്നിരുന്നാൽ നാമും ഫലമേകും കൊമ്പുകളാം. അവനോട് ചേർന്നിരുന്നാൽ നാമും ഫലമേകും കൊമ്പുകളാം. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 30 60 100 മേനിയായി വലിയൊരു വിളവേകിടാം. 30 60 100 മേനിയായി വലിയൊരു വിളവേകിടാം. ഫലമാർന്നു ജീവിച്ചിടാം, ഫലമില്ലാതഗ്നി പോലാകാ നമ്മൾ. ഫലമാർന്നു ജീവിച്ചിടാം, ഫലമില്ലാതഗ്നി പോലാകാ നമ്മൾ. ഈ വർഷം കൂടി നാഥൻ തന്നാൽ ഫലമാവനേകിടുമോ? ഈ വർഷം കൂടി നാഥൻ തന്നാൽ ഫലമാവനേകിടുമോ? ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം.
ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 30ഉം 60ഉം 100ഉം മേനിയായി വലിയൊരു വിളവേകിടാം. 30ഉം 60ഉം 100ഉം മേനിയായി വലിയൊരു വിളവേകിടാം. വചന കേൾവിക്കായിട്ട് നമുക്ക് ഇപ്പോൾ ഒരുങ്ങാം. പാഠഭാഗം വായിക്കും ഇപ്പോൾ ഡോക്ടർ പുഷ്പ ആൻറ്റി. അതിനുശേഷം നമുക്ക് വചനം കേൾക്കുകയും ചെയ്യാം. കേൾക്കാമോ അച്ഛൻ? കേൾക്കാം. ഹലോ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗ്യം 1 രാജാക്കന്മാർ 18-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള വചനം. ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്തതിന് മല കയറിപ്പോയി. ഏലിയാവും കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിനും രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിൽ വന്ന് അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ഇവിടെ വേദവാക്യം അവസാനിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗത്തു നിന്നാണ് ഇന്നത്തെ ദൈവവചന ആലോചന നമുക്ക് കേൾപ്പാനായിട്ട് ഒരുങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. ഇന്നത്തെ വചന കേൾവിക്ക് വേണ്ടി എടുത്ത വിഷയം പ്രേയിങ് അണ്ടിൽ ദ റെയിൻ കംസ്, മഴ വരുന്നിടം വരെയും പ്രാർത്ഥിക്കുക എന്ന വിഷയമാണ് ഇന്ന് അല്പനേരം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രേയിങ് അണ്ടിൽ ദ റെയിൻ കംസ്, മഴ വരുന്നിടം വരെയും പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. വളരെ പരിചിതനായ ഒരു പ്രവാചകനാണ് ഏലിയാവ്. ഏലിയാവ് എന്ന വാക്കിന്റെ അർത്ഥം യാഹ്വേ മൈ ഗോഡ്, യാഹ്വേ മൈ ഗോഡ്, ദൈവം എൻ്റെ യഹോവയായ ദൈവം എൻ്റെ ദൈവം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹം തിശ്ബിയ എന്ന സ്ഥലത്ത് നിന്ന്, ഗിലെയാദിലെ തിശ്ബിയിൽ നിന്ന് ഉള്ള ഒരു പ്രവാചകനായിരുന്നു എന്ന് 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. തിശ്ബ്യനായ തിഷ്ബൈറ്റ്, ദേലജ ദ തിഷ്ബൈറ്റ് എന്നാണ് നമ്മൾ ആ വേദഭാഗത്തിൽ കാണുന്നത്. 1 Kings chapter 17 verse 1 നമുക്ക് ഏലിയാവിനെ കുറിച്ച് ഉള്ള വിശേഷണത്തിൽ കാണാൻ സാധിക്കുന്ന അദ്ദേഹം തിശ്ബ്യനായ മനുഷ്യനായിരുന്നു എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, 3.5 വർഷക്കാലം നീണ്ടു നിന്ന വലിയൊരു ക്ഷാമം, ആ ക്ഷാമത്തിൽ, ആ ഡ്രൗട്ടിൽ ഒത്തിരി നാശനഷ്ടങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ ഇവർക്കുണ്ടാവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗത്തേക്ക് വരുന്നതിന് മുമ്പായി എന്താണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച പ്രയാസങ്ങൾ എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ഇതേ ബുക്കിൽ 1 Kingsൽ തന്നെ ചാപ്റ്റർ 11ലേക്ക്, 11-ാം അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ചാപ്റ്റർ 11 verses 11 to 13. അവിടെ നമുക്ക് എന്താണ് അവര് സംഭവിച്ച പ്രയാസം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോളമന്റെ മരണശേഷം ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 2ആയി വിഭജിക്കപ്പെട്ട രാജ്യത്തിന്റെ ഒരു പാതിയാണ്, ഒരു ഭാഗമാണ്, ആ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ
തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ശലോമോൻ രാജാവ് സത്യത്തിൽ ശലോമോൻ രാജാവാണ് സത്യത്തിൽ ഇസ്രായേലിൻ്റെ രാജ്യത്തിൻ്റെ അന്ത്യത്തിന് തുടക്കം കുറിച്ച ആള്. അതിനുശേഷം ശലോമോൻ രാജാവിന് ശേഷം രാജ്യം വിഭജിക്കപ്പെട്ട് രണ്ടായിട്ട് പോകുന്നു. അങ്ങനെ രണ്ടായി പോയ രാജ്യത്തിൻ്റെ ഒരു ഭാഗം യഹോവയുടെ സന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടെ നടക്കാതെ അവരവരുടെ രീതിയിലും അവരവരുടെ ചിന്തകളിലും അവരവരുടെ ആഗ്രഹങ്ങളിലുമൊക്കെ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ കാര്യം തന്നെ ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 12 നമുക്ക് കാണാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 16 തുടങ്ങി 24 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഈ രാജ്യത്തിൽ ഉണ്ടായ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന്. വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനത് വായിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ സർമൺ നോട്ട്സ് എഴുതുന്നവർക്ക് വേണ്ടി മാത്രം ഞാനതിൻ്റെ റെഫറൻസ് പറയുന്നുള്ളതേ ഉള്ളൂ. സ്പിരിച്വൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ കൺട്രി ആസ് ഡിവൈഡഡ് ഇൻ ടു 2 countries, 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. അതിൻ്റെ റെഫറൻസ് ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 11 verses 11 to 13, 1 രാജ 11 മുതൽ 13 വരെയും 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 16 തുടങ്ങി 24 വരെയും നമുക്ക് ഈ രാജ്യവിഭജനം, രാജ്യം രണ്ടായി മാറ്റപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ മാറ്റപ്പെട്ട ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ യഹൂദ സമൂഹത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ വേദഭാഗമായി വായിച്ചു കേട്ടത്. അതിലൊരു രാജാവായിരുന്നു ആഹാബ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ കൂടെ വായിക്കുമോ? നിങ്ങൾ മാറി മാറി വായിച്ചാൽ സൗകര്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 16, 1 രാജ 16-ാം അധ്യായം വായിക്കാം. ഉമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങൾ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറു അവൻ സീദോന്യ രാജാവായ എത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ചു നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമരിയയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠം ഉണ്ടാക്കി. ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയുണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. മതി. താങ്ക് യു. നോക്കൂ, ആ വേദഭാഗത്ത് നമ്മൾ കാണുന്നു ശലോമോനെ പിന്തുടർന്ന് പല രാജാക്കന്മാരും ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് വന്നു. എല്ലാവരും ദൈവ വഴിയിൽ നിന്ന് മാറി നടന്നു. ശലോമോൻ മനോഹരമായ ദൈവാലയം പണിതത് നമുക്കറിയാം. എന്നാൽ ആ ദൈവാലയത്തിനുള്ളിൽ ആഹാബ് എന്ത് പ്രതിഷ്ഠിച്ചു എന്നാണ് നമ്മൾ വായിക്കുക? ബാലിന്റെ പ്രതിഷ്ഠകളെ പ്രതിഷ്ഠിക്കുകയാണ്. ബാലിന് വേണ്ടി ഒരു ക്ഷേത്രം പണിയുന്നുണ്ട്. 32-ാമത്തെ വാക്യത്തിൽ ശമരിയയിൽ ഒരു ക്ഷേത്രം പണിതു, അവിടെ ഒരു ബലിപീഠം പ്രതിഷ്ഠിക്കുകയാണ്. എന്ന് മാത്രമല്ല, ആ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മിഥ്യാമൂർത്തികളെ ആരാധിക്കുന്ന തരത്തിലേക്ക് രാജാക്കന്മാരെല്ലാം വരികയാണ്. ആസ, യൊരോബെയാം, അതിനുശേഷം വന്ന ആഹാബ്, ഇവരൊക്കെ തന്നെ ഒമ്രി, ഇവരെല്ലാവരും തന്നെ എന്താ പറയാ, ഇസ്രായേലിന്റെ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ, ഇസ്രായേലിന്റെ ദൈവത്തെ മറന്നു കളഞ്ഞ് അവരവരുടെ രീതികളിൽ ദൈവത്തെ ആരാധിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. ഇതിനൊക്കെ ഇടയായത് അവരുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വിവാഹം കഴിച്ച, വിദേശ സമൂഹങ്ങളിൽ നിന്നും വിവാഹം കഴിച്ച മറ്റ് ജാതി സമൂഹങ്ങളിൽ നിന്നും മറ്റ് മത സമൂഹങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച ഭാര്യമാർ വഴിയാണ് ഇവരെല്ലാം തെറ്റി ഒഴിഞ്ഞു പോകുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫസ്റ്റ് കിങ്സിൽ തന്നെ ചാപ്റ്റർ
11 നമ്മൾ കണ്ടു, ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു. അത് കൂടാതെ മോവാബിൽ നിന്നും, അമോനിൽ നിന്നും, ഏദോമിൽ നിന്നും, സീദോനിൽ നിന്നും, ഹിത്യരിൽ നിന്നുമൊക്കെ അന്യജാതിക്കാരത്തികളായ അനേകം സ്ത്രീകളെ അവൻ സ്നേഹിച്ചു. അവരിൽ നിന്നൊക്കെ വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് വന്ന സ്ത്രീകൾ വഴി അന്യ വിശ്വാസങ്ങൾ, അന്യ ആരാധനകൾ, അന്യ പ്രതിഷ്ഠകൾ, അന്യ വിഗ്രഹങ്ങളൊക്കെ തന്നെ ഇസ്രായേലിൽ നിറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ വാക്യം 1 രാജാക്കന്മാർ 11:4 നമ്മൾ വായിക്കുന്നുണ്ട്. ശലോമോൻ വൃദ്ധനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ഇത് തന്നെയാണ് പിന്നീട് വന്ന എല്ലാ രാജാക്കന്മാരും തുടർന്നത്. അതിലൊരാളായിരുന്നു ആഹാബ്. ആഹാബ് രാജാവായിരിക്കുമ്പോൾ പ്രവാചക ശുശ്രൂഷ ചെയ്ത ആളാണ് ഏലിയാവ്. ഏലിയാവിന്റെ കാലത്ത് ആഹാബ് രാജാവായിരുന്ന സമയത്ത് രാജ്യത്തിൽ ഉടനീളം വലിയൊരു ക്ഷാമമുണ്ടാകുന്നതിനെ കുറിച്ച് വിശുദ്ധ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ക്ഷാമം ഉണ്ടായ സന്ദർഭത്തിൽ ഏലിയാവ് എന്ത് ചെയ്തു, ഒരു പ്രവാചകൻ എന്ന നിലയിൽ എന്ത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ മുതിരുന്നത്, അതിനുവേണ്ടി ഒരുങ്ങുന്നത്. അതിനാൽ അതിന് മുമ്പായി ചില വേദഭാഗങ്ങളോട് നമുക്ക് വായിക്കാം. എന്തായിരുന്നു അവർ നേരിട്ട പ്രശ്നം? 17-ാം അധ്യായം 1-ാം വാക്യം ഒരാൾ വായിക്കണം. വേറൊരാള് ജെയിംസിന്റെ പുസ്തകം, യാക്കോബിന്റെ ലേഖനം 5:17 വായിക്കണം. വേറൊരാള് ലൂക്കോസിന്റെ സുവിശേഷം 4:25 വായിക്കണം. വേഗത്തിൽ ആദ്യം 1 Kings 17:1, 1 രാജാക്കന്മാർ പുസ്തകം 17:1 ആദ്യം വായിക്കാം. അതിനുശേഷം യാക്കോബ് 5:17 വേറൊരാൾ വായിക്കണം. അതിനുശേഷം ലൂക്കോസ് 4:25 മറ്റൊരാൾ വായിക്കണം. വേഗത്തിൽ വായിച്ചാട്ടെ. 17:1 രാജാക്കന്മാർ 17:1. എന്നാൽ ഗിലെയാദിലെ തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞതല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. നോക്കൂ, അവിടെ ക്ഷാമത്തെ കുറിച്ച് നമുക്ക് കാണാം. 5:17 യാക്കോബിന്റെ ലേഖനം വേഗത്തിൽ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. നോക്കൂ, യാക്കോബ് എഴുതുകയാണ്, ആദ്യം മഴ പെയ്യരുത് എന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചു. ദേശത്ത് മഴ പെയ്തില്ല. കാരണം ഏലിയാവിന് ഇസ്രായേൽ രാജാവിനെയും അവനോട് കൂടെ നിൽക്കുന്ന ആളുകളെയും ചില പാഠങ്ങൾ പഠിപ്പിക്കണമായിരുന്നു. അതുകൊണ്ട് മഴ പെയ്യരുതെന്ന് അവൻ പ്രാർത്ഥിച്ചു. മഴ പെയ്തില്ല. അതിനുശേഷം വീണ്ടും 3.5 വർഷം കഴിയുമ്പോൾ, 3 സംവത്സരം 6 മാസം, 3.5 വർഷം കഴിയുമ്പോൾ ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, ആകാശത്ത് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അടുത്ത വാക്യം വേഗത്തിൽ വായിക്കാം. നിങ്ങളുടെ കൈ ബൈബിൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു, എന്നോടൊപ്പമാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 4:25. കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ടു. ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. പിന്നെ സരാപ്തയിലെ വിധവയുടെ കാര്യത്തെ കുറിച്ചൊക്കെയാ പറയുന്നത്. പക്ഷെ നമുക്ക്, ഞാൻ ഈ വേദഭാഗം വായിച്ചത് എത്ര വർഷം മഴ പെയ്യാതിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. ലൂക്കോസ് എഴുതിയിരിക്കുകയാണ് 3.5 വർഷക്കാലം. യാക്കോബ് അത് തന്നെ എഴുതിയിരിക്കുന്ന 3.5 വർഷക്കാലം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 3.5 വർഷക്കാലം മഴയില്ല. എന്തുകൊണ്ട് മഴയില്ല? അടുത്ത വേദഭാഗം വായിക്കാം വേഗത്തിൽ. ആവർത്തന പുസ്തകത്തിൽ 11:16-17 വേഗത്തിൽ. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 16-17 വേഗത്തിൽ. എന്തുകൊണ്ടാണ് മഴ പെയ്യാതിരിക്കുന്നത്? യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. ആവർത്തന പുസ്തകം 11:16-17. ആവർത്തന പുസ്തകം 11:16-17. നിങ്ങളുടെ ഹൃദയത്തിന് ഭോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലാഞ്ഞാൽ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും ദേശത്ത് നിങ്ങൾക്ക് തരുന്ന
നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. നോക്കൂ, എന്തുകൊണ്ടാ മഴയില്ലാത്തത്? മഴയില്ലാത്തതിന് കാരണം വളരെ വ്യക്തമായിട്ട് ആവർത്തന പുസ്തകത്തിൽ മോസസ് എഴുതുകയാണ്. എന്ത് പറയാ മോശ പറയുന്നത്? നിങ്ങൾ ഹൃദയത്തിന് ഭോഷത്വം പറ്റുക, നിങ്ങൾ നേർവഴി വിട്ട് അന്യ ദൈവങ്ങളെ നമസ്കരിച്ച് സേവിച്ച് ആരാധിച്ചാൽ, അങ്ങനെ സൂക്ഷിച്ചോളണം, അങ്ങനെ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? അവൻ ആകാശത്തെ അടച്ചു കളയും, ഭൂമി അനുഭവം തരികയില്ല, മഴ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അപ്പൊ മഴ ലഭിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി എന്താണ് മഴ എന്ന് നമുക്ക് നോക്കണം. എന്താ മഴ? വേഗത്തിൽ വായിക്കാം. സങ്കീർത്തനം 65-ാം സങ്കീർത്തനം, വേഗത്തിൽ 65-ാം സങ്കീർത്തനം 9 മുതൽ 13 വരെ വേഗത്തിൽ. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, ആ നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ആ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. വെരി ഗുഡ്. നീ അവന്റെ നീ അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ച് നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മതി. അപ്പൊ നമുക്ക് വേദഭാഗത്തു നിന്ന് മനസ്സിലായി, മഴയെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്ദർശനമാണ്. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ദൈവം സന്ദർശിക്കുന്നതാണ് മഴ. ഗോഡ്സ് വിസിറ്റ്, ദൈവത്തിന്റെ സന്ദർശനം മഴ. മഴയായി പെയ്യുന്നു, അങ്ങനെ ഭൂമി പുഷ്ടിയുള്ളതായി തീരുന്നു, വെള്ളം നിറയുന്നു, ഭൂമിയെ ദൈവം ഒരുക്കുന്നു, ധാന്യം ഉണ്ടാകുന്നു, ഉഴവുചാലുകൾ നനച്ച് ദൈവം ഭൂമിയെ കുതിർത്ത് ഭൂമിയിൽ മുളയെ അനുഗ്രഹിച്ച് എല്ലാറ്റിനെയും ദൈവം പരിപാലിക്കുന്നു. ഇനി വായിക്കാൻ സമയമില്ല, ഇനി അനേകം വേദഭാഗങ്ങളുണ്ട്. ജെറമ്യ 14:22, ഒരു വാക്യം കൂടെ വായിക്കാം. യിരെമ്യാവ് 14:22 വേഗത്തിൽ. ജാതികളുടെ മിഥ്യാമൂർത്തികളിൽ മഴ പെയ്യുന്നവർ ഉണ്ടോ? അല്ല, ആകാശമോ വർഷം നൽകുന്നത്? ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ തന്നെയല്ലയോ? നോക്കൂ, അവിടെ ചോദിക്കുകയാണ്, ജാതികളുടെ മിഥ്യാമൂർത്തികളിൽ മഴ പെയ്യിക്കുന്നവരുണ്ടോ എന്ന് പ്രവാചകൻ ചോദിക്കുന്നു. ആകാശമോ വർഷം നൽകുന്നു, മഴ നൽകുന്നു. വർഷം എന്ന് വെച്ചാൽ മഴ. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ തന്നെ അല്ലയോ ഞങ്ങൾക്ക് മഴ നൽകുന്നത്? നിനക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു, അവയൊക്കെയും സൃഷ്ടിച്ചിരിക്കുന്ന നീയല്ലോ. അപ്പം യിരെമ്യാവ് ചോദിക്കുകയാണ്, ഈ ജാതികളുടെ മിഥ്യാമൂർത്തികൾക്ക് മഴ പെയ്യ്ക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, പറ്റുകയില്ല എന്ന് യിരെമ്യാവ് തന്നെ എന്നിട്ട് പറയുകയാണ്, ആകാശം ദൈവത്തിന്റെ വർഷം ആകാശത്തു നിന്ന് പെയ്യും, ദൈവത്തിന്റെ മഴ ആകാശത്തു നിന്ന് പെയ്യും, ദൈവമാണ് അവയെ പെയ്യ്ക്കുന്നതെന്ന് നമ്മൾ കാണുന്നു. നോക്കൂ പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് 3 പ്രധാനപ്പെട്ട ചിന്തകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. ഏലിയാവ് എന്ന പ്രവാചകൻ ഒരു മലയുടെ മുകളിലേക്ക് കയറി പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും മടങ്ങി വരാം ഫസ്റ്റ് കിങ്സിലേക്ക്. അപ്പൊ എന്താണ് നമ്മൾ ഇതുവരെയും കണ്ടത്? എന്താണ് ഡ്രൗട്ട്, എന്താണ് മഴ എന്ന് നമ്മൾ കണ്ടു. എന്താണ് മഴ പെയ്യാതിരിക്കുന്നതിന്, അല്ലെ വരൾച്ചയുടെ ക്ഷാമത്തിന്റെ കാരണമെന്ന് നമ്മൾ കണ്ടു. എന്താണ് ഡ്രൗട്ട്, എന്താണ് ക്ഷാമമെന്ന് നമ്മൾ കണ്ടു. എന്താണ് ക്ഷാമത്തിന്റെ കാരണമെന്ന് കണ്ടു. എന്താണ് മഴ എന്ന് കണ്ടു. മഴയാരാ പെയ്യിക്കുന്നതെന്ന് കണ്ടു. എന്തുകൊണ്ടാണ് മഴ പെയ്യാതിരുന്നത്? ബിക്കോസ് ആഹാബും കൂട്ടരും അന്യദൈവങ്ങളെ ആരാധിക്കുക വഴി മഴ ഇല്ലാതിരുന്ന 3.5 വർഷക്കാലം. അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടു. ആരാണ് ഈ ആഹാബെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പ്രവാചകനായ ഏലിയാവിലേക്കാണ്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് എവിടേക്ക് പോയിന്ന വേദഭാഗത്ത് നമ്മൾ കാണാൻ കഴിയുക? ഏലിയാവ് ഒരു മലയുടെ മുകളിലേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് നമുക്ക് 18-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. 18-ാം അധ്യായമായിരുന്നല്ലോ നമ്മൾ വേദഭാഗമായിട്ട് വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് ഒരു മലയുടെ മുകളിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഏലിയാവ് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു എന്നാ വായിച്ചേ. 18-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം വേഗം. 18-ാം അധ്യായം 42-ാം വാക്യം. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. തന്റെ ബാല്യക്കാരൻ ഏലിയാവ് എവിടേക്ക്, ഏത് മലയിലേക്കാ പോയത്? കർമ്മേൽ എന്ന പർവ്വതത്തിന്റെ മലയിലേക്ക്. എന്തിനാ പോയത്? പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഇന്ന് പകൽക്കാലം
പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഏലിയാവിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ഈ മലയുടെ പ്രത്യേകത, ദ മൗണ്ടെയിൻ ഓഫ് പെർസിസ്റ്റന്റ് ഫെയ്ത്ത്, അചഞ്ചലമായ വിശ്വാസത്തിന്റെ മല, അചഞ്ചലമായ വിശ്വാസത്തിന്റെ മല. ഏലിയാവ് പോകുന്നതിന് മുമ്പ് ആഹാബ് എന്ന രാജാവിനോട് പറഞ്ഞത് എന്താണെന്ന് നോക്കിക്കേ. 41-ാം വാക്യം ഒന്ന് നോക്കിക്കേ, ഒന്ന് വായിച്ചേ. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഞാൻ എന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പൊ ഈ ആഹാബ് എന്ത് ചെയ്തു? ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്തു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറി പോയി. അപ്പൊ രണ്ടുപേരും മല കയറി പോകുന്നുണ്ട്. ഒരാള് കഴിക്കാൻ പോകുന്നു, ഒരാൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. നോക്കിക്കേ, നിങ്ങൾ അതിന്റെ വ്യത്യാസം മനസ്സിലായി. ആഹാബിനല്ലേ കുറെ കൂടെ ഉത്തരവാദിത്വം തോന്നേണ്ടത്. പുള്ളിയല്ലേ രാജാവ്, പുള്ളിയല്ലേ രാജ്യത്തെ നിലനിർത്തേണ്ടുന്ന ആള്, പുള്ളിയല്ലേ രാജ്യത്തിലെ ഈ വരൾച്ചയും ക്ഷാമവും കണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നേണ്ടുന്ന ആളാരാണ്? ആഹാബാണ്. എന്നാൽ ആഹാബിന് ഈ വക ചിന്തയും ആലോചനയും ഒന്നുമില്ല. ലോകത്തിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഭരണാധികാരികളും മന്ത്രിമാരും എല്ലാവരുടെയും സ്വഭാവവും രീതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്വന്തം ജനങ്ങളെക്കുറിച്ച്, സ്വന്തം സമൂഹത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച് വലിയ ബോധവോ ചിന്തയോ ഒന്നും ഇവർക്കൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. നമ്മൾ വേദപുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആഹാബ് എന്ത് ചെയ്തു? ഭക്ഷിപ്പാൻ മല കയറിപ്പോയി. ആരാണ് ആഹാബ്? ഇസ്രായേലിന്റെ രാജാവാണ്. ഇസ്രായേലിന്റെ രാജാവായ ആഹാബ് തന്റെ ജനങ്ങളെക്കുറിച്ച് യാതൊരു വിചാരവുമില്ല, തന്റെ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. അവൻ ഭക്ഷിപ്പാനായിട്ട് എവിടേക്ക് പോകുന്നു? മല കയറി പോകുന്നു. എന്നാൽ പ്രവാചകനായ ഏലിയാവോ എവിടേക്ക് പോയി? പ്രാർത്ഥിക്കാനായിട്ട് കർമ്മേൽ എന്ന മലയുടെ മുകളിലേക്ക് പോവുകയാണ്. അവൻ പ്രാർത്ഥിക്കാനായിട്ട് മലയുടെ മുകളിലേക്ക് പോയി. നോക്കൂ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഏലിയാവ് പറയുന്ന ഒരു കാര്യം, ദൈവത്തിന് സ്തോത്രം, നമുക്ക് വായിക്കാം. വായിച്ചാട്ടെ, 18:1 എന്ന് വായിക്കാം വേഗത്തിൽ. അതേ അധ്യായം, 18-ാം അധ്യായം 1-ാം വാക്യം. വേഗത്തിൽ. ഏറെ നാൾ കഴിഞ്ഞിട്ട് മൂന്നാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിനു നിന്നെ തന്നെ കാണിക്കാം, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്പ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കാനായിട്ട് പോവുകയാണ്, ഞാൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കാനായിട്ട് പോകുന്നു. നമുക്ക് വായിക്കുന്നുണ്ട് 2-ാമത്തെ വാക്യത്തിൽ, വലിയ ക്ഷാമമാണ്, കഠിനമായ ക്ഷാമം. എന്നാൽ യഹോവയായ ദൈവം പറയാണ്, ഞാൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കാൻ പോകും. ദൈവത്തിൽ നിന്നൊരു വാക്ക് കേട്ടിട്ട്, ദൈവത്തിൽ നിന്നൊരു വാക്ക് കിട്ടിയിട്ട് ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവൻ മല കയറാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മല കയറാനായിട്ട് തീരുമാനിക്കുകയാണ്. പ്രിയമുള്ള, ഇതിനിടയിൽ ആഹാബ് വേറെ ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണ്? ആഹാബ് വലിയൊരു മീറ്റിംഗ് ഒക്കെ വിളിച്ചുകൂട്ടി. ദൈവത്തിന് സ്തോത്രം, ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി. ബാലിന്റെ പ്രവാചകന്മാർ അവിടെ കിടന്ന് നിലവിളിച്ച് അവരുടെ ദൈവത്തോട്, ബാലിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ വലിയ എന്താ പറയാ, സാക്രിഫൈസസ് ഒക്കെ, വലിയ യാഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആഹാബും കൂട്ടരും ആഹാബിന്റെ കൂടെ നിന്നായിരുന്ന ബാലിന്റെ പ്രവാചകന്മാരും എല്ലാവരും ഉച്ചത്തിൽ നിലവിളിച്ചു. നമ്മൾ എന്താ വായിക്കുക? 26-ാമത്തെ വാക്യത്തിൽ, ഒരു ശബ്ദമോ ഉത്തരമോ കേട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെല്ലാം പരിഹസിക്കുന്നുണ്ട്. ഏലിയാവ് അവരെ കളിയാക്കി സംസാരിക്കുന്നൊക്കെ 27-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യാഗം കഴിക്കുന്നു. അവിടെയൊന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഏലിയാവ് ഒരു യാഗപീഠം പണിതു. യാഗപീഠം പണിതിട്ട് ദൈവത്തിന് സ്തോത്രം അവിടെ ഒരു യാഗം കഴിച്ചു. ആ യാഗത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി 18-ാം അധ്യായത്തിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന വായിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവൻ പ്രാർത്ഥിപ്പാനായിട്ട് മലയുടെ മുകളിലേക്ക് കയറാമെന്ന് വിചാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഏലിയാവിന്റെ കൂടെ ഒരാളും കൂടെ മലയിൽ കയറി. ആരാണത്? 43-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഏലിയാവിന്റെ ഒപ്പം ഒരു ബാല്യക്കാരനും തൻ്റെ കൂടെ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഒന്ന്, ഏലിയാവിന്റെ പ്രത്യേകത, ഏലിയാവ് ഈ മലയുടെ മുകളിൽ കാണുന്ന ഏലിയാവിന്റെ പ്രത്യേകത, ഈ മലയുടെ പ്രത്യേകത, ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എ മാൻ ഓഫ് പെർസിസ്റ്റന്റ് ഫെയ്ത്ത്, ദൈവത്തിന് സ്തോത്രം. ഈ മലയുടെ പ്രത്യേകത, ദ മൗണ്ടെയിൻ ഓഫ് പെർസിസ്റ്റന്റ് ഫെയ്ത്ത്, അചഞ്ചലമായ വിശ്വാസത്തിന്റെ മല. ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ,
ഏതെല്ലാം പ്രയാസ കാര്യങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിശ്വാസം അചഞ്ചലമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു ക്രിസ്തു വിശ്വാസിയുടെ വിശ്വാസം അചഞ്ചലമായിരിക്കണം. ഒരു പക്ഷേ നിങ്ങളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യർ, നിങ്ങളുമായി വിശ്വാസം പങ്കിടുന്ന മനുഷ്യർ, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ കാണുന്ന മനുഷ്യർ നിങ്ങളെ അലട്ടുന്ന ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം, ചോദിക്കുന്നുണ്ടാവാം. നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് ചോദിക്കുന്നു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു ഭവിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ഏലിയാവ് നമ്മളോട് പറയുന്നു, എനിക്കും നിങ്ങൾക്കും വേണ്ടുന്നത് അചഞ്ചലമായ വിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. അതുകൊണ്ട് ഏലിയാവിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് എ മാൻ ഓഫ് പെർസിസ്റ്റന്റ് ഫെയ്ത്ത്, അചഞ്ചലമായ വിശ്വാസത്തിന്റെ മനുഷ്യൻ. ഈ മലയെ, കർമ്മേൽ മലയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ദ മൗണ്ടെയിൻ ഓഫ് പെർസിസ്റ്റന്റ് ഫെയ്ത്ത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വിശ്വാസത്തിന്റെ മല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, എനിക്കും നിങ്ങൾക്കും വേണ്ടുന്നത് നമ്മുടെ പ്രാർത്ഥന ഒരു മല പോലെ, അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഒരു മല പോലെ നിൽക്കണം നമ്മുടെ പ്രാർത്ഥന. സാഹചര്യങ്ങൾ മാറിയേക്കാം, മനുഷ്യർ മാറിയേക്കാം, ചുറ്റുപാടുകൾ മാറിയേക്കാം, നിങ്ങൾക്ക് പ്രതികൂലമായ കാലാവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ടായേക്കാം, നിങ്ങൾക്ക് പ്രതികൂലമായ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അചഞ്ചലമായ വിശ്വാസത്തോടെ നിൽക്കുവാനായിട്ട് ഏലിയാവിനെ പോലെ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇനി നമ്പർ 2, രണ്ടാമത്തെ ഏലിയാവിന്റെ പ്രത്യേകത, എ മാൻ ഓഫ് ഫെർവെന്റ് പ്രയർ. അചഞ്ചലമായ വിശ്വാസത്തിന്റെ മനുഷ്യൻ എന്നതുപോലെ തീവ്രമായ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു ഏലിയാവ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ മലയുടെ പ്രത്യേകത, രണ്ടാമത്തെ പ്രത്യേകത, ദ മൗണ്ടൻ ഓഫ് ഫെർവെന്റ് പ്രയർ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ മല. പ്രാർത്ഥനയുടെ മനുഷ്യനായ ഏലിയാവ് പ്രാർത്ഥനയുടെ മലയിൽ ആമേൻ കയറിപ്പോവുകയാണ്. 42-ാമത്തെ വാക്യത്തിന്റെ അതിന്റെ ബി ഭാഗം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു. 42-ന്റെ 2-ാം ഭാഗം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ പ്രാർത്ഥിക്കുന്നതിനൊരു രീതിയുണ്ട്. ഒരു വിശ്വാസി ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. ആ പ്രാർത്ഥനയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഫെർവെന്റ് പ്രയർ എന്നാണ്. ഫെർവെന്റ് പ്രയർ, തീവ്രമായ പ്രാർത്ഥന. ഒന്ന് പ്രാർത്ഥിച്ച് നിൽക്കാനല്ല, ഒന്ന് പ്രാർത്ഥിച്ച് എനിക്കൊരു മറുപടിയും ലഭിക്കുന്നില്ല, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, എൻ്റെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ എനിക്ക് യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ട് പോകുന്നതിനല്ല. പിന്നെയോ തീവ്രമായി പ്രാർത്ഥിക്കുന്നു, തുടർച്ചയായി. ഫെർവെന്റ് പ്രയർ, തീവ്രമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ മല അചഞ്ചലമായ വിശ്വാസത്തിന്റെ മലയാണോ? ഒന്നാമതായി, നിങ്ങളുടെ വിശ്വാസത്തിന്റെ മല തീവ്രമായ പ്രാർത്ഥനയുടെ മലയാണോ? നിങ്ങളുടെ വിശ്വാസ ജീവിതം തീവ്രമായ പ്രാർത്ഥനയുടെ മലയാണോ? നിങ്ങളും ഞാനും തീവ്രമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണോ ഏലിയാവിനെ പോലെ എന്നൊരു ചോദ്യം നമുക്ക് ഈ വേദഭാഗത്തു നിന്ന് ഉയർത്താനായിട്ട് സാധിക്കും. മൂന്നാമതായി, ഈ മനുഷ്യന്റെ പ്രത്യേകത, അദ്ദേഹം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എലൈജ, എ പേഴ്സൺ ഓഫ് എക്സ്പെക്ടന്റ് വെയിറ്റിംഗ്. എ പേഴ്സൺ ഓഫ് എക്സ്പെക്ടന്റ് വെയിറ്റിംഗ്. അവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ മൗണ്ടൈൻ്റെ പ്രത്യേകത എന്താണ്? ദ മൗണ്ടെയിൻ ഓഫ് കർമ്മേൽ ഈസ് ദി മൗണ്ടെയിൻ ഓഫ് എക്സ്പെക്ടന്റ് വെയിറ്റിംഗ്. പ്രതീക്ഷയോടുകൂടെ അയാൾ കാത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര തവണ പ്രാർത്ഥിക്കുന്നുണ്ട്? 7 തവണ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബാല്യക്കാരനോട് ഇടയ്ക്ക് ചെന്ന് ഏലിയാവ് പറയുന്നുണ്ട്. നോക്കൂ, വായിക്കൂ 43-ാമത്തെ വാക്യം വേഗത്തിൽ. 43. നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. നോക്കൂ, ഏലിയാവ് പ്രാർത്ഥനയുടെ ഇടയിൽ തന്റെ ബാല്യക്കാരനോട് പറഞ്ഞു, നീ കടലിന് നേരെ ഒന്ന് നോക്കിക്കേ, വല്ലതും മാറ്റം വരുന്നുണ്ടോ? അവൻ പോയി നോക്കിയിട്ട് പറഞ്ഞു, ഒന്നും ഇല്ല. അടുത്തത്, അതിനവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക. അപ്പൊ 7 തവണ ഈ ചെറുക്കനെ, ഈ ബാല്യക്കാരനെ ഏലിയാവ് അയക്കുന്നുണ്ട്. കടലിന് നേരെ പോയി നോക്കാൻ വേണ്ടി അയക്കുന്നുണ്ട്. 7 തവണയും പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ല. 7 തവണയും. നമ്മളൊക്കെ പ്രാർത്ഥിച്ച് ചിലപ്പോൾ മടുത്തു പോകും അല്ലേ? ചില പ്രാർത്ഥനാ കാര്യങ്ങൾ വരുമ്പോൾ ഒരു മാറ്റവും വരുന്നില്ലല്ലോ, ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഞങ്ങൾ എത്ര നാളായിട്ട് ഒരു കാര്യം പ്രാർത്ഥിക്കുന്നു, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറിപ്പോകും. എന്നാൽ ഏലിയാവ് ഇവനെ പറഞ്ഞയക്കുന്നെങ്കിൽ പോലും ഏലിയാവ് പ്രാർത്ഥനയിൽ നിന്നും പിന്മാറുന്നില്ല. 7 തവണ ഈ
ബാല്യക്കാരൻ കടലിന് നേരെ നോക്കാൻ വേണ്ടി പോയി. എന്നിട്ട് 7ാം തവണ അവൻ എന്ത് കണ്ടു? വായിച്ചേ 44 7ാം വായിക്കാം. പ്രാവശ്യമോ അവൻ അവൻ ഇതാ കടലിൽ നിന്നൊരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം ഒരു പൊങ്ങുന്നു എന്ന് ചെറിയ പറഞ്ഞു. മേഘം പൊങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാ കടലിൽ നിന്നൊരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു. ബാക്കി. അതിന് അവൻ, ആ നീ ചെന്ന് ആഹാബിനോട് മഴ ആ. നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്ക എന്ന് നോക്കൂ, പറഞ്ഞു. അപ്പോഴും ആഹാബ് വേറൊരു മലയുടെ മുകളിലുണ്ട്. അവനോട് പറയാണ്, നീ ചെന്ന് ആഹാബ് എന്ന രാജാവിനോട് പറയണം, മഴ പെയ്യാൻ പോകുന്നു, അതുകൊണ്ട് വേഗത്തിൽ പൊക്കോ, രഥം പൂട്ടി പെട്ടെന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ മഴ നിന്നെ തടുക്കൂ എന്ന് പറയാണ്. അടുത്ത വാക്യം. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു. വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. അപ്പൊ കൂട്ടത്തിൽ പോകുമ്പോ ആഹാബ് ഏലിയാവിനെ പോലും കൂട്ടുന്നില്ല. ആഹാബ് കിട്ടിയ പാടെ രഥം കയറി ഓടുകയാണ്, ഇസ്രായേലിലേക്ക് ഓടുകയാണ്. അടുത്ത വാക്യം. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറിക്കുകയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിന് കിട്ടിയ ആ ആത്മബലം കൊണ്ട് അവൻ ഒരു രഥത്തിലും ആശ്രയിച്ചില്ല. വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയും, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ യഹോവയായ ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ രഥത്തിലൊന്നും കയറിയില്ല. ഏലിയാവോ ആഹാബിന് മുമ്പായി എവിടേക്ക് ഓടി? അതാ ഇസ്രായേലിലേക്ക് ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആഹാബിന് മുമ്പായി അവൻ ഓടുകയാണ്, തൻ്റെ നാട്ടിലേക്ക് ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഏലിയാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന മൂന്നാമത്തെ കാര്യം, എ മാൻ ഓഫ് എക്സ്പെക്ടന്റ് വെയിറ്റിംഗ്. 7 തവണയും അവൻ വെയിറ്റ് ചെയ്തു, 7 തവണയും കാത്തിരുന്നു, 7 തവണയും ക്ഷീണിക്കാതെ കാത്തിരുന്നു, 7 തവണയും ഉപേക്ഷിക്കാതെ പ്രാർത്ഥിച്ചു, 7 തവണയും പിന്മാറാതെ പ്രാർത്ഥിച്ചു, 7 തവണയും അവൻ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ബാല്യക്കാരനെ പറഞ്ഞയക്കുന്നെങ്കിലും എന്താ പറയാ, പ്രാർത്ഥന അവൻ ഉപേക്ഷിച്ചില്ല. ആ ബലത്താലാണ് ആഹാബിന് മുമ്പായി രഥമില്ലാതെ ഏലിയാവിന് ഓടാനായിട്ട് കഴിഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏലിയാവ് ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ പാഠം, എനിക്കും നിങ്ങൾക്കും വേണ്ടുന്നത് അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ മലയാണ്. ദൈവത്തിന് സ്തോത്രം. 2, തീവ്രമായ പ്രാർത്ഥനയുടെ മലയാണ് നമുക്ക് വേണ്ടത്. 3, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മല, ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ മല എനിക്കും നിങ്ങൾക്കും വേണം. പ്രിയമുള്ളവരെ, അതിന് ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. കാര്യങ്ങളെല്ലാം എതിരായി വന്നു, രാജ്യമെതിരായി, രാജാവെതിരായി, ജനങ്ങളെതിരായി, കൂടെ തനിക്ക് ആരുമില്ലായിരുന്നു, താൻ ഒറ്റയ്ക്ക് എല്ലാം നേരിട്ട് ഏലിയാവ് ധൈര്യത്തോടെ നിൽക്കുന്നത് 17, 18, 19 അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർ നമുക്ക് പ്രതികൂലമെന്ന് വചനമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കാര്യം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ജാഗരിക്കുന്ന വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, യഹോവ നിങ്ങൾക്ക് വലതുഭാഗത്തുള്ളതുകൊണ്ട് നിങ്ങൾ കുലുങ്ങിപ്പോകരുത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. 3 കാര്യങ്ങളാണ് ഏലിയാവിന്റെ ജീവിതത്തിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1, അവൻ അചഞ്ചലമായ വിശ്വാസത്തിന്റെ മല ഉയർത്തി. ദൈവത്തിന് സ്തോത്രം. 2, അവൻ തീവ്രമായ പ്രാർത്ഥനയുടെ മല ഉയർത്തിയവനാണ്. 3, അവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മനുഷ്യനാണ്, പ്രതീക്ഷയോടെ കാത്തിരിപ്പിന്റെ മല ഉയർത്തിയവനാണ്. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം ഇങ്ങനെ ഇടപെടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്ഷാമം കൊണ്ട് കഠിനമായിരുന്ന, ഹല്ലേലൂയ, പ്രതികൂലം കൊണ്ട് കഠിനമായിരുന്ന, രാജാവ് പ്രതിസന്ധിയായിട്ട് നിന്നിരുന്ന കാലത്ത് പ്രാർത്ഥനയോടെ നിന്ന ഏലിയാവ് നമ്മുടെ മുൻപിൽ ഒരു വലിയ പാഠമായി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ വർഷങ്ങളായി, കാലങ്ങളായി, മാസങ്ങളായി, ആഴ്ചകളായി ഹല്ലേലൂയ പ്രാർത്ഥനയോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏലിയാവ് നിങ്ങൾക്കൊരു മാർഗദീപമാണ്, ഏലിയാവ് നിങ്ങൾക്കൊരു മാർഗദർശിയാണ്, ഏലിയാവ് നിങ്ങൾക്കൊരു പാഠമാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം? അചഞ്ചലമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? തീവ്രമായി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെ ഇരിക്കുന്നു? നാം അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെ മല ഉയർത്തുന്നവരാണോ?
ഹാലലൂയ. നിങ്ങൾ തീവ്രമായി പ്രാർത്ഥിക്കുന്നതിന്റെ മല ഉയർത്തുന്നവരാണോ? ഹാലലൂയ. പ്രതീക്ഷയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണോ ഞാനും നിങ്ങളും? അത് വേണമെന്നാണ് ഇന്ന് നമ്മൾ കേട്ടത്. നമുക്ക് ഈ സമയത്ത് കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഹാലലൂയ. മനസ്സുകളെ ഏകാഗ്രമാക്കാം. ഹാലലൂയ. ദൈവം നിങ്ങളുടെ നടുവിലുണ്ട്, ദൈവം നിങ്ങളുടെ അരികിലുണ്ട്, ദൈവം നിങ്ങളുടെ ചാരത്തുണ്ട്, ദൈവം നിങ്ങളുടെ മുൻപിലുണ്ട്, ദൈവം നിങ്ങളുടെ വശത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹാലലൂയ. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹാലലൂയ, ഹാലലൂയ. കരുണയുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഇടയായല്ലോ കർത്താവേ. ക്ഷാമം കൊണ്ട് ദേശം കഠിനമായി, ദേശം പ്രയാസകരമായ അന്തരീക്ഷത്തിലൂടെ പോയി. ധാന്യം വിളഞ്ഞില്ല, ധാന്യങ്ങളെല്ലാം കരിഞ്ഞുപോയി, പാടങ്ങൾ ഉണങ്ങി. ആമേൻ കർത്താവേ, സ്തോത്രം. ആമേൻ. നീരുറവകൾ വറ്റിപ്പോയി, മൃഗജാലങ്ങൾ ചത്തുപോയി, പക്ഷിജാലങ്ങൾ ആമേൻ കർത്താവേ ഉരുകിപ്പോയി. ആമേൻ ഹാലലൂയ. ദേശം വലിയ കഠിനമായ ക്ഷാമത്തിലൂടെ, പ്രയാസത്തിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ ആമേൻ രാജാവ്, ആമേൻ ദൈവത്തെ ആരാധിക്കേണ്ട രാജാവ് അവനവന്റെ വഴിയിൽ നടന്നപ്പോൾ, അന്യദൈവങ്ങളുടെ മുമ്പിൽ ആരാധിച്ചപ്പോൾ, പ്രവാചകനായ ഏലിയാവ് ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥനയുടെ മലയൊരുക്കുകയാണ്. തമ്പുരാനെ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, ആമേൻ ദൈവത്തിന് സ്തോത്രം, പ്രയാസങ്ങൾ അധികമാകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയുടെ മല ഉയർത്തേണ്ടതുണ്ട്. അചഞ്ചലമായ വിശ്വാസത്തിന്റെ മല ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തീവ്രമായ പ്രാർത്ഥനയുടെ മല ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന മല ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പനെ, ഞങ്ങൾ ദൈവസന്നിധിയിൽ ജാഗരിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ആഹാബോ തെറ്റിപ്പോയി, ഇസബേൽ അവനെ തെറ്റിച്ചു കളഞ്ഞു. ആമേൻ ഹാലലൂയ. ആഹാബോ യാതൊരു ചിന്തയുമില്ലാതെ കഴിപ്പാനും ഭക്ഷിപ്പാനും മലമേൽ കയറിപ്പോയി. എന്നാലോ പ്രാർത്ഥനയുടെ മലയിലേക്ക് ഏലിയാവ് കരയേറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹാലലൂയ. ഞങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ ജീവിപ്പാൻ, പോരാടുവാൻ ഞങ്ങളെ സഹായിക്കണം. ഹാലലൂയ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ആമേൻ ദൈവാത്മാവിനാൽ പ്രചോദിപ്പിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ആമേൻ ക്ഷാമങ്ങൾ, ഇത്തരം പ്രയാസങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, നിരാശകൾ ഒക്കെ ഉണ്ടാവുമ്പോൾ എലിയാവിനെ പോലെ ദൈവത്തിന് സ്തോത്രം അചഞ്ചലമായി വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, തീവ്രമായി പ്രാർത്ഥിക്കുവാൻ, പ്രതീക്ഷയോടെ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുവാൻ, ഇനിയും അവൻ ആമേൻ ദൈവത്തിന് സ്തോത്രം മഴ പെയ്ക്കുവാനും ആമേൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിപ്പാൻ. ഓ, ഇതാ ഒരു ചെറുമേഘം പൊങ്ങുന്നു എന്ന് ആ ബാല്യക്കാരൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ, നന്മയുടെ, സന്തോഷത്തിന്റെ, സൗഖ്യത്തിന്റെ, ആശ്വാസത്തിന്റെ ചെറുമേഘങ്ങൾ പൊങ്ങട്ടെ തമ്പുരാനെ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. അതിനായി ഞങ്ങളെ ഒരുക്കണം. ഞങ്ങൾക്ക് ലഭിച്ച വചനത്തിന് നന്ദി പറയുന്നു. കൊടാകോടി സ്തോത്രം. സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങട്ടെ. ദൈവകൃപയെ ഞങ്ങളെ കാക്കണം. പരിശുദ്ധാത്മാവോട് ഞങ്ങളെ നിറയ്ക്കണം. ദൈവാലോചനകൾ ഞങ്ങൾക്ക് അനുദിനം തരേണം കർത്താവേ. അന്യരായി ഞങ്ങളെ ഉപേക്ഷിച്ച് കളയുന്നവനല്ലല്ലോ നീ. ഇന്ന് ഭാരത്തോടെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് എല്ലാവരുടെ മേൽ സൗഖ്യം, ആശ്വാസം, വിടുതൽ, സമാധാനം, പ്രത്യാശ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മശിഹായുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏതോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഷ്ടത്തിലെ പോലെ ഭൂമിയിലുമാകുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടനിൽ രക്ഷിക്കണം. രാജ്യശക്തി നിനക്കുള്ളതാവും. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇന്നല്ലേ എപ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. എൻ്റെ ആത്മാവോടുകൂടെ നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമുക്ക് ജയം തന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവായ യേശുവേ, നീ വേഗം വരണമേ. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. പാഠങ്ങൾ വായിച്ചവർ, സഹായിച്ചവർ, അതേപോലെ പാട്ടുകൾ പാടിയവര്, അതേപോലെ പ്രാർത്ഥനയിൽ സഹായിച്ചവര് എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമുക്ക് അടുത്ത ആഴ്ച ഇതുപോലെ വചന ശുശ്രൂഷയ്ക്കും, വചന കേൾവിക്കും, ആരാധനയ്ക്കും, പ്രാർത്ഥനയ്ക്കുമായിട്ട് കൂടി വരാം. ദൈവം നിങ്ങളെ അവിടെ എവിടെയായി അനുഗ്രഹിച്ച് പരിപാലിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ. Bye, Ajan. Thank you, Acha.